ഹല്ലേലൂയ. சொந்தமென்று சொல்லிக்கொள்ள உம்மை விட யாரும் இல்ல, சொத்து என்று அள்ளிக்கொள்ள உம்மை விட ஏதும் இல்ல. இயேசுவே இயேசுவே எனக்கெல்லாம் இயேசுவே 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 எனக்கெல்லாம் இயேசுவே. சொந்தமென்று சொல்லிக்கொள்ள உம்மை அன்றி யாரும் இல்ல, சொத்து என்று அள்ளிக்கொள்ள உம்மை விட ஏதும் இல்ல. இயேசுவே இயேசுவா எனக்கெல்லாம் இயேசுவா 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 எனக்கெல்லாம் இயேசுவா. சொந்தமென்று சொல்லிக்கொள்ள உம்மை அன்றி யாரும் இல்ல, சொந்தமென்று പറഞ്ഞിടുവാ ഡാഡിയല്ല ആരുമില്ല, സ്വത്ത് എന്ന് ചെന്നിടുവാ അപ്പനല്ല ആരുമില്ല, സ്വത്ത് എന്ന് ചെന്നിടുവാ അപ്പനല്ല ആരുമില്ല. യേശുവാ യേശുവാ എനിക്കെല്ലാം യേശുവാ 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 എനിക്കെല്ലാം യേശുവാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സ്വത്രം. ഇന്നമേറിയ തിരുവചനം കേട്ടു. ക്രിസ്തുവിൻ്റെ വചനം എന്താണെന്ന് യോഹന്ന സുവിശേഷം 1:1 കർത്താവ് സ്വത്രം വചനം ആരെന്നും വചനം എന്താണെന്നും വചനം എന്തെല്ലാം ചെയ്യുമെന്നും വചനം സൗഖ്യം തരും, വചനം വേഗത്തിൽ ഓടുന്നതാണ്, വചനം കർത്താവിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് മടങ്ങി വരുന്നതാണ്, വചനം വ്യക്തികളെ വിടുവിക്കുന്നതാണ്, രൂപാന്തരപ്പെടുന്നതാണ് വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തലുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ഞകളെയും വരെ വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് വചനമെന്നും, പാറയെ തകർക്കുന്ന ചുറ്റികയാണ് വചനമെന്നും, തീയാണ് വചനമെന്നും ഇന്നലെ ആഴമേറെ തിരുവചനം ദൈവാത്മാവ് നമുക്ക് നൽകി. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ ദേശത്ത് കർത്താവ് വന്നിട്ടുണ്ട്. ഈ ദേശത്തിൽ കണ്ണുനീരോടിരിക്കുന്ന മക്കളുടെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. ഒരിക്കൽ സ്തോത്രം ഒരമ്മ ആമേൻ തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, ഒരു മകനുള്ള മകനും നഷ്ടപ്പെട്ടു. വേദനയോടെ അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ കണ്ണീരോടെ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആമേൻ മരണത്തിൻ്റെ ജാഥ വരുമ്പോൾ ജീവന്റെ യേശുവിന്റെ അടുക്കലെത്തിയപ്പോൾ മരണത്തിന്റെ ജാഥയെ തടഞ്ഞു വെച്ച് മഞ്ചത്തെ തൊട്ട് ആ ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ ബാല്യക്കാരൻ ചാടി എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി ആമേൻ പ്രയാസത്തോടെ വേദനയോടെ രോഗത്തോടിരിക്കുന്ന മക്കളെ തൊടുവാൻ ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. കരങ്ങളെ ആടിച്ചൊന്ന് സ്തുതിച്ചേ. രോഗത്തോടിരിക്കുന്നവരെ, കാലത്തോടിരിക്കുന്നവരെ, വേദനയോടിരിക്കുന്നവരെ, കണ്ണുനീരിക്കുന്നവരുടെ കണ്ണുനീരുകളെ മാറ്റുക. സർവ്വശക്തനാകുന്ന രാജാതി രാജാവാകുന്ന കർത്താതി കർത്താവാകുന്ന യേശു ക്രിസ്തു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മരണത്തിന്റെ ജാഥ പോകുമ്പോൾ ജീവന്റെ ജാഥ, മരണത്തിന്റെ ജാഥ പോകുമ്പോൾ ജീവന്റെ ജാഥ കടന്നു വന്നു. ജീവന്റെ ജാഥ കടന്നു വരുമ്പോൾ യേശു പറഞ്ഞു, നീ കരയണ്ട കരയണ്ട. കണ്ണീരോടെ ഇരിക്കുന്നവന്റെ കണ്ണീരൊപ്പുന്ന ഒരാളെ ഉള്ളൂ. കണ്ണീരൊപ്പുക മാത്രമല്ല, സാരമില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഏതിനാണോ കരയുന്നത്, കരയുന്നവന്റെ കണ്ണുനീരൊപ്പി വിഷയത്തിന് മറുപടി കൊടുക്കുന്ന ഒരു സർവശക്തൻ ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ബെഥസ്ദ കുളത്തിന്റെ കരയിൽ 38 ആണ്ട് അയ്യോ എനിക്ക് ആശ്രയം ആരുമില്ലല്ലോ, എനിക്ക് സഹായം ആരുമില്ലല്ലോ, എന്നെ ആര് സഹായിക്കും, എന്നെ ആരൊന്നും തൂക്കിയെടുക്കും, ആരും തൂക്കിയെടുക്കാനില്ല. 38 വർഷമായി തന്നെ കൊണ്ട് അവിടെ കൊണ്ടാക്കിയിട്ട് ആർക്കും വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ലോകത്തിന് വേണ്ട, സകലരും കൈയൊഴിഞ്ഞ് 38 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ കിടക്കുമ്പോൾ സ്വർഗ
സ്വർഗത്തിലെ ദൈവം അവൻ നോക്കി, അവനെ കണ്ടു. കുളം കലക്കുന്നുണ്ട്, ആൾക്കാർ ഇറങ്ങി സൗഖ്യമാക്കുന്നുണ്ട്, പക്ഷെ ഇവന് മാത്രം സൗഖ്യമില്ല. എന്നാൽ 38 ആണ്ടാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറന്ന് അവന്റെ അടുക്കൽ ഇറങ്ങി. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലും ഈ ഗ്രൗണ്ടിന്റെ പുറത്തും ഈ ദേശത്തോടും ഇതാ വിളിച്ചു പറയുന്നു, നീ എത്ര വർഷം കൊണ്ട് പരാജയപ്പെട്ട് തകർന്നു കിടക്കുന്ന വിഷയമായാലും സർവശക്തനാകുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ കണ്ണുനീരിനകത്ത്, നിന്റെ രോഗത്തിനകത്ത്, നിന്റെ രോഗ കിടക്കകത്ത് ഇന്ന് രാത്രി ഇറങ്ങി എഴുന്നേൽപ്പിക്കുന്ന സ്വർഗം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി സ്നേഹിതരെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അതിലിതാ ലാസർ മരിച്ചു. അമ്മയും മറിയയും മാർത്തയും കരയുകയാണ്. അവരുടെ കണ്ണുനീര് കണ്ട് യേശു കൂടെ കരയുന്നു. കരയുന്നവരുടെ കൂടെ കരയുന്ന കർത്താവ്. നീ എന്തിന് കരയുന്നു? നീ എന്തിന് ഭാരപ്പെടുന്നു? നിന്റെ കണ്ണുനീര് കണ്ട് നിന്റെ കണ്ണുനീരിനെ മാറ്റാൻ, നിന്റെ വേദന മാറ്റാൻ, നിന്റെ നീറുന്ന വിഷയത്തെ തുടച്ചു മാറ്റി നിന്റെ ഹൃദയത്തിനകത്ത് ആശ്വാസം തരാൻ കഴിവുള്ള ഒരു സ്വർഗം ഇന്ന് ഈ ദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം കണ്ണീരോടെ ഇരിക്കുന്നു, കർത്താവേ, ഹൃദയത്തിന്റെ ആദി കൊണ്ട് സ്വസ്ഥതയില്ല, ജീവിതത്തിന് മുന്നോട്ട് സമാധാനമില്ല, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, ഇനി എന്തിന് ഞാൻ ജീവിച്ചിരിക്കുന്നു? ആരാ പറയുന്നത്? ആരോ പറയുന്നുണ്ട്, ഇനി ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു? ഇനി ഞാൻ എന്ത് ജീവിച്ചിരിക്കുന്നു? ഇതിനേക്കാൾ നല്ലത് മരണം തന്നെ. ഇന്ന് നീ പല ആവർത്തി പറഞ്ഞു, ഇന്ന് നിന്റെ വായിൽ പല ആവർത്തി പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി നിന്റെ ഈ ശബ്ദത്തെ നീക്കി നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സ്വർഗം ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ 38 ആണ്ടായി കിടന്നവന്റെ അടുക്കൽ സ്വർഗം ഇറങ്ങി ചോദിച്ചു, മോനെ, ആമേൻ, കിടക്ക, എടുത്ത് നടക്ക. ആമേൻ. നിന്നെ ആരും കൊണ്ട് വെള്ളത്തിനകത്താക്കാനില്ലെങ്കിൽ നീ വെള്ളത്തിനകത്ത് പോകണ്ട. എൻ്റെ വാക്കിൽ നിനക്ക് സൗഖ്യം, എൻ്റെ നോട്ടത്തിൽ നിനക്ക് സൗഖ്യം, എൻ്റെ ചിന്തയിൽ നിനക്ക് സൗഖ്യം. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന സർവശക്തൻ ഈ ഗ്രൗണ്ടിൽ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ദേശത്ത്, ഈ ഭവനത്തിന് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് സ്വർഗം ഇറങ്ങി നിൽക്കുന്നുണ്ട്. തീ ഇറങ്ങുന്നുണ്ട്, ഒരു തീ ഇറങ്ങുന്നുണ്ട്. ഈ ദേശത്തെ ചുറ്റി തീ ഇറങ്ങുന്നുണ്ട്. ചില കെട്ടുകളെ പൊട്ടിക്കുന്നുണ്ട്, ചില വ്യക്തികളെ തൊടുന്നുണ്ട്, ചില വ്യക്തികളെ തൂക്കി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഭൂതശക്തികളെ സ്വർഗം അഴിക്കുന്നു. ഭവന തലങ്ങൾക്കകത്ത് നാളുകളായി ഉറങ്ങാത്ത ചില വ്യക്തികളെ ഇന്ന് രാത്രി സ്വർഗം തൊടുന്നു. കൃപ, 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 കൃപ. ഈ ഗ്രൗണ്ടിലും ഈ ഗ്രൗണ്ടിന്റെ പുറത്തും സ്വർഗം ഇറങ്ങുന്നു. നീ എവിടെ പോയിട്ടും മറുപടിയില്ലാത്ത ചില വിഷയം ഇന്ന് രാത്രി നസ്രായിൽ ഇറങ്ങി നിന്റെ വിഷയത്തിന്, നിന്റെ കണ്ണീരിന് ഒരു മറുപടിയുമായി നിന്റെ വീട്ടിനകത്ത്, നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ അറിയാത്ത ഒരുവൻ, നീ ഇതുവരെ ആ കർത്താവിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ അകത്തളങ്ങളിൽ ആ ക്രിസ്തു ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. യേശു ആരെക്കാളും ഉന്നതനാകുന്ന, അത്ഭുത മന്ത്രിയാകുന്ന, വീരനാം ദൈവമാകുന്ന, നിത്യ പിതാവാകുന്ന, ഓ സമാധാന പ്രഭുവാകുന്ന ദൈവമത്രേ യേശു ക്രിസ്തു. കർത്താവ് തൊട്ടവരും കർത്താവിനെ തൊട്ടവരും ഒരുപോലെ സൗഖ്യമായെങ്കിൽ ഈ ഗ്രൗണ്ടിനകത്തും ഗ്രൗണ്ടിൻ്റെ പുറത്തും ഇന്ന് രാത്രി എൻ്റെ പ്രാണപ്രിയൻ്റെ കരം എല്ലാവരും സ്പർശിക്കുന്നുണ്ട്. വഴികൾ തുറക്കുന്നുണ്ട്, വാതിൽ തുറക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്നാണോ നീ കരയുന്നത്? ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വച്ചാൽ സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. എല്ലാ വഴിയും ശത്രു അടച്ചാലും അവൻ്റെ അടപ്പിനെ ഇളക്കാൻ സ്വർഗം തുറന്ന് ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ, നിന്നെ കെട്ടിപ്പൂട്ടിയ കെട്ടിന്റെ നടുവിൽ എൻ്റെ അപ്പൻ അവിടെ കൂടെ വേണ്ട, എൻ്റെ അപ്പൻ ആരും തുറന്നു കൊടുക്കണ്ട. എൻ്റെ സർവശക്തനെ ഇറങ്ങി വന്ന് നിന്റെ ഭവന തലങ്ങൾക്കകത്ത്, നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി തൊടുന്നവൻ വന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവാരാ? മരണത്തെ ജയിച്ച. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചു അടക്കി, അതോടെ ജനം വിചാരിച്ചു, മരിച്ചു ക്രൂശിലായപ്പോൾ ജനം ഇങ്ങനെ നാടിക്ക് കൈ കൊടുത്ത്, കഷ്ടം, മര്യാദയ്ക്ക് പറഞ്ഞില്ലേ സ്വത്രം, നീ എന്തിനാ അവിടെ കളിക്കാൻ വന്നേ, കഷ്ടം, കിടന്നോ എന്ന് പറഞ്ഞ് ചിരിച്ച് കാർക്കിച്ച് തുപ്പിയപ്പോൾ ജനം വിചാരിച്ചില്ലേ യേശു ഉയർക്കുമെന്ന്. യേശു കർത്താവിൻ്റെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് 3-ാമത്തെ ദിവസമായപ്പോൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച്, മരണ
മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണപര്യന്തം ഭയത്തിൽ കിടന്ന സകല മക്കളെയും രക്ഷിക്കാൻ യേശു ക്രിസ്തു ആമേൻ പുറത്തു വന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇവനെ ഒതുക്കാൻ കഴിയത്തില്ല, യേശുവിനെ ഒതുക്കാൻ കഴിയത്തില്ല, യേശുവിൻ്റെ മക്കളെ ഒതുക്കാൻ കഴിയത്തില്ല. നീ മകനായാൽ, നീ മകളായാൽ, നീ നേരത്തെ കേട്ടതുപോലെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിച്ചാൽ നിന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും. ഇന്ന് രാത്രി ആരാധിക്കാൻ പറ്റുന്നവർ ആമേ സ്വത്രം ആമേ ആരാധിച്ച് ദൈവശക്തി ഏറ്റെടുത്തോ. ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ ആത്മാവിന് തീയായി മാറിയ ആമേ തീരെടുക്കൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അത് കത്തി എരിഞ്ഞ് ചാണ നൂല് പോലെ ചാരമാകും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിന്റെ മേലുള്ള കെട്ടുകൾ പോട്ടം, ദുർഭൂതങ്ങൾ അഴിയും, നിന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം. ഹല്ലേലൂയ. നേരത്തെ കേട്ടു 3 വാഗ്ദത്തങ്ങൾ. ഒന്നാമത്തെ ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. 3 വാഗ്ദത്തങ്ങൾ പാസ്റ്റർ പറയാനിടയാത്തിരുന്നു. അതിലെ ഒന്നാമത്തെ വാഗ്ദത്തം എന്തെന്നാ? പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന കേട്ട് പോട്ടം, ബന്ധനം അഴിയും. ശിംശോന്റെ മേൽ ആത്മാവ് ഇറങ്ങിയപ്പോൾ ചങ്ങലകൾ പൊട്ടി. ദൈവത്തിന് സ്തോത്രം. അവനെ ഒതുക്കാൻ പിശാച് ഇറങ്ങി നിന്നു, അവനെ തകർക്കാൻ പിശാച് ഇറങ്ങി നിന്നു. അവനെ ഒതുക്കാൻ ചങ്ങലയിട്ട് മാത്രമല്ല, അവൻ കിടന്ന് ഉറങ്ങിയതിന്റെ അപ്പുറത്ത് ഗേറ്റ് പൂട്ടി. എന്നാൽ അവൻ ശക്തി പ്രാപിച്ച് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഗേറ്റിനെ തൂക്കി തോളിൽ വെച്ചോണ്ട് എണീറ്റ് പോയി. അർത്ഥം എന്താ? ശക്തി ഉള്ളവനെ തകർക്കാൻ, ശക്തി ഉള്ളവനെ തളയ്ക്കാൻ, അഭിഷേകമുള്ളവനെ ഒതുക്കാൻ ഈ ശക്തി ഇന്ന് രാത്രി പൈതലെ നീ പ്രാപിച്ചാൽ നിന്നെ ഒതുക്കാൻ ഒരു ഇരുട്ടിനും, ധൈര്യത്തോടെ പറ, നിന്നെ ഒതുക്കാൻ ഒരു ഇരുട്ടിനും കഴിയത്തില്ല. ശത്രു നിന്നെ കാണുമ്പോൾ ഭയപ്പെട്ട് ഓടും. ഹല്ലേലൂയ. യേശു ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യൻ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസൻ. അങ്ങനെയെങ്കിൽ വാക്ക് മാറാത്ത യേശു ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുകയാണ്. മർക്കോസ് സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ കേട്ടതിൻ്റെ കിടക്ക് 1-2 വരി ഇങ്ങനെ പറഞ്ഞു പോയി. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന വരിയല്ല അവിടെ വന്നത്. വായിച്ചേ സ്വത്രം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വചന വിത്തിന്റെ ഉപമ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ട് സ്വത്രം 4 സ്ഥലമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. 4 സ്ഥലം. ഏതൊക്കെ സ്ഥലത്താണ് വിതച്ചേ? പാറപ്പുറത്ത്, മണ്ണിനിടയിൽ, പിന്നെ നല്ല നിലത്ത്, മുള്ളിനിടയിൽ, വഴിയരികിൽ. പാറപ്പുറത്ത്, വഴിയരികിൽ, മുള്ളിനിടയിൽ, നല്ല നിലത്ത്. 4 സ്ഥലത്ത്. ഹല്ലേലൂയ. 4 സ്ഥലത്തും കയ്യിൽ നിന്ന് എന്ത് പോയി? വിത്ത് പോയി. പക്ഷേ ഹല്ലേലൂയ, 4 സ്ഥലത്ത് വിത്ത് വീണു. പക്ഷേ 3 സ്ഥലത്തുള്ള വിത്ത് നഷ്ടമായി. പാറപ്പുറത്തുള്ളത് കിളിർത്തു വന്നു, തകർന്നു പോയി. നല്ല സ്വത്രം. മുള്ളിനിടയിലുള്ളത് കിളിർത്തു വന്നു, ശരി, മുള്ളി ഞെരുക്കി വചനത്തെ ഒതുക്കി കളഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? വഴിയരികിൽ വീണത് സ്തോത്രം പറവകൾ വന്ന് എന്ത് ചെയ്തു? കൊത്തിയെടുത്തു. ഇന്നലെ കേട്ട വചനം എത്ര പേർ പുറത്തിറങ്ങിയപ്പോൾ കൊത്തിക്കൊണ്ടുപോയി? ഇന്നലെ കേട്ടില്ലേ ഇവിടെ വചനം? വന്നവർ കേട്ടില്ലേ? കേട്ടവർ പുറത്തിറങ്ങിയപ്പോഴേ, ഈ ഗ്രൗണ്ട് വിട്ട് പുറത്തിറങ്ങിയപ്പോഴേ എത്ര പേർ കേട്ട വചനം കൊത്തിക്കൊണ്ടുപോയി? എങ്കിൽ ആ വചനം വീണത് എവിടായിരുന്നു? വഴിയരികിലായിരുന്നു. കൊത്താത്തവർക്കാണ് ഞാൻ ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നല്ല നിലത്ത് വീണു, പാറപ്പുറത്ത് വീണു, പിന്നെ മുള്ളിനിടയിൽ വീണു, പിന്നെ എവിടെ വീണു? വഴിയരികിൽ വീണു. എന്നാൽ 4 സ്ഥലത്ത് വീഴുമ്പോൾ 3 സ്ഥലത്തുള്ളതും പ്രതികൂലം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, നിരാശ വന്നപ്പോൾ, ഒറ്റപ്പെടൽ വന്നപ്പോൾ, ഭയപ്പാടുകൾ വന്നപ്പോൾ, കണ്ണുനീര് വന്നപ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ വന്നപ്പോൾ 3 ഭാഗത്തും വീണ വചനം നഷ്ടമായി. അർത്ഥം ഈ 3 കൂട്ടരും നമ്മൾ തന്നെയാണ്. 4 കൂട്ടരും പുറത്തിറങ്ങുമ്പോഴേ വരും. ആ പ്രശ്നം കേട്ട വചനത്തെ കൊത്തിക്കൊണ്ട് പോകും. എന്നാൽ 4ാമത് ഒരു സ്ഥലത്ത് വീണു. എവിടെയാണ്? വായിച്ചേ. മർക്കോസ് സുവിശേഷം 13, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യവും, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യവും, മർക്കോസ് 4:20. വായിച്ചേ. മത്തായി 13:23. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ? നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ? ഒരുത്തൻ വചനം കേട്ട്. കണ്ടോ? പാറപ്പുറത്ത് വീണതല്ല ഇത്, മുള്ളിനിടയിൽ വീണതല്ല ഇത്, പിന്നെ വഴിയരിയിൽ വീണതല്ല. നല്ല നിലം. നമ്മളെ ആരാധനക്കകത്ത് നല്ല നിലകളുണ്ട്. ഈ ദേശത്തിൽ നല്ല നിലങ്ങളുണ്ട്. അവർ വചനം കേൾക്കുമ്പോൾ കളയത്തിൽ എല്ലാം സ്വീകരിച്ചിട്ട് പറയും, ഇത് ബൈബിളിലുള്ളതാണ്, ഇത് സത്യമാണ്. ഇനി ആരെന്നെ കൊന്നാലും ശരി. നേരത്തെ ഞാൻ കേട്ടില്ലേ പ്രസംഗത്തിലൂടെ? ജീവിച്ചാലും മരിച്ചാലും ഞാൻ എൻ്റെ യേശുവിനായിട്ട്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, യേശുവിൻ പിൻപേ പോകാനുരച്ചു, യേശുവിൻ പിൻപേ പോകാനുരച്ചു, യേശുവിൻ പിൻപേ പോകാനുരച്ചു, പിൻ
പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്നോക്കാതെ ഞാൻ നോക്കാതെ, പിന്നോക്കാതെ ഞാൻ നോക്കാതെ. യേശുവിൻ്റെ കൂടെ പോകാൻ ഒരാൾ ഉറച്ചിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് നോക്കല്, ഇടത്തോട്ട് നോക്കല്, വലത്തോട്ടൊന്നും നോക്കരുത്. പിന്നെ എവിടെ നോക്കണം? കർത്താവിനെ മാത്രം നോക്കണം. പ്രതികൂലത്തെ നോക്കല്ലേ, പ്രശ്നത്തെ നോക്കല്ലേ, കഷ്ടതയെ നോക്കല്ലേ, കടഭാരം നോക്കല്ലേ, നിന്നയെ നോക്കല്ലേ, മനുഷ്യൻ പറയുന്ന വാക്കുകൾ നോക്കല്ലേ. പിന്നെയോ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടിയാൽ ഓട്ടം ഓടി വിരുദ് പ്രാപിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ, വായിച്ചേ, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. ഗ്രഹിക്കും. ഇന്നലെ എത്ര പേര് വചനം കേട്ട് ഗ്രഹിച്ചു? വീട്ടിൽ പോയി പശുക്കൾ കണ്ടിട്ടില്ലേ? അത് ഭക്ഷണം കഴിച്ചിട്ട് കുറേ കഴിയുമ്പോൾ അതെന്ത് ചെയ്യാൻ തുടങ്ങും? അയവിറക്കാൻ തുടങ്ങും. അയവിറക്കി ചവച്ച് വെച്ച് കണ്ടിട്ടില്ലേ നിങ്ങളാരും? സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് ഭക്ഷണം ഇല്ല, പക്ഷെ കഴിച്ചതിന് അതെന്ത് ചെയ്യും? അയവിറക്കും. അപ്പം ഇന്നലെ കഴിച്ചത് എത്ര പേര് അയവിറക്കി? അതോ വീട്ടിൽ ചെന്നെ വല്ലതും കഴിച്ചിട്ട് നല്ല അയവിറക്കിക്കൊണ്ട് കിടന്നങ്ങ് ഉറങ്ങി എണീറ്റതാണോ? അതോ ക്രിസ്തു ഇന്നലെ സംസാരിച്ച വചനം ഞാൻ വീട്ടിൽ ഇരുന്ന് ചിന്തിച്ചു, ഞാൻ ആലോചിച്ചു. ഇന്നലെ രാത്രി കിടന്നപ്പോഴും അത് അയവിറക്കി, ഞാൻ നടന്നപ്പോഴും ഇവിടെ നിന്ന് പോയപ്പോഴും, ഇന്ന് പ്രഭാതത്തിലും ഇന്ന് വൈകുന്നേരം വരെയും ഇത് ഞാൻ അയവിറക്കിക്കൊണ്ടിരുന്നു. ഈ വചനം എന്നെ തൊട്ടു എന്ന് പറയാം. എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്നേഹിതരെ? ഇന്നലെ വന്ന എത്ര പേർക്ക് പറയാൻ കഴിയും ഈ വചനം എന്നെ തൊട്ടു, ഈ വചനം എന്നെ തൊട്ടു 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 എന്ന്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നല്ല നിലത്ത് വീണ വിത്ത് എന്ത് ചെയ്യും? ആൾക്കാരെന്ത് ചെയ്യും? വചനം കേൾക്കുമ്പോൾ നല്ല നിലമാണെങ്കിൽ, ഉഴുതുമറിയപ്പെട്ട നിലമാണെങ്കിൽ ആ വചനം അതുപോലെ അങ്ങ് സ്വീകരിക്കും, കളയത്തില്ല. അതുപോലെ സ്വീകരിച്ച് കേട്ടിട്ട് ഗ്രഹിക്കും. കേട്ടിട്ട് എന്ത് ചെയ്യും? ഗ്രഹിക്കും. വായിച്ചേ, ഒന്നുകൂടെ വാക്യം വായിച്ചേ, മത്തായി 13:23. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. കണ്ടോ? ഗ്രഹിച്ചു. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 14-15 വാക്യം. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി. നമ്മളുണ്ടല്ലോ, വചനമൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയി മോശം വാക്ക് സംസാരിച്ച് നോക്കിയാൽ കേട്ടതെല്ലാം പോയി, കൃപയും പോയി, തീരുമാനം പോയി, എല്ലാം പോയി. അടുത്ത വരി. ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. അടുത്ത വരി. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, ചിലപ്പോൾ വീട്ടിനകത്ത് ചീത്തവിളി ഇല്ലാഞ്ഞിട്ടല്ല, എന്നിട്ടും എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപാട് പേരുടെ ജീവിതത്തിനകത്ത് പ്രശ്നമുണ്ട്, പക്ഷെ അത് നല്ല നിലമാകയാൽ വചനം കേട്ട വചനത്തെ മുറുകെ പിടിച്ചിട്ട് പറയും, ഇല്ല ഞാൻ പിന്മാറുകയില്ല, പ്രതികൂലമേ നിനക്കെന്നെ മുക്കിക്കൊല്ലാൻ പറ്റത്തില്ല, കാരണം ഞാൻ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞു. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ, ഹല്ലേലൂയ, രുചിച്ചു നോക്കി കർത്തൻ്റെ കൃപയെ, എന്നിട്ട് മനസ്സിലാക്കി യേശു ക്രിസ്തു മാധുര്യമുള്ള ആളാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർതിരിക്കും? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ, റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം, ഇതങ്ങനെ വെച്ചിട്ട് റോമറെടുത്ത് 8-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, സ്തോത്രം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ,
നഗ്നതയോ ആപത്തോ വാളോ. 38 വാക്യം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് ഏതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ യഥാർത്ഥമായി രുചിച്ചറിയാൻ വ്യക്തിയെ ഇനി എന്ത് പ്രശ്നം വന്നാലും ഒരു മാറത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞ് അടുത്ത വചനത്തിലേക്ക് എനിക്ക് പോകണം. ഹല്ലേലൂയ. തെസ്സലോനിക്കർ ലേഖനം പറയേണ്ട ആളാണ് ക്രിസ്തുവിൻ്റെ വരവ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഓടിച്ചു പോകാൻ പോകയാ. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 20-20 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു സഹോദരി ഉണ്ട്. എന്താ പേര്? മറിയ. യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തു. ഇവൾ വെളുപ്പാങ്കാലമാകുമ്പോൾ, ഞായറാഴ്ച വെളുപ്പാങ്കാലമാകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് ഇരുട്ട് മാറും മുമ്പേ സഹോദരി ആരുടെ കല്ലറയിൽ പോയി? യേശുവിൻ്റെ കല്ലറയിൽ പോയി. യേശുവിൻ്റെ കല്ലറയിൽ ചെന്നപ്പോൾ യേശുവിൻ്റെ കല്ലറയിൽ അവിടെ യേശുവിനെ കാണാനില്ല. കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. സ്നേഹമുള്ള ആൾ, നല്ല നിലത്ത് വിത്ത് വീണ ആളിൻ്റെ കാര്യം പറയുന്നത്. ഹല്ലേലൂയ. അവൾക്ക് യേശുവിനോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. പ്രേമകാന്തനാമേശുവേ ആ സുന്ദരനാകുന്ന യേശുവിനോടുള്ള പ്രേമം കൊണ്ട് അവൾ എന്ത് ചെയ്യുന്നറിയാമോ? വെളുപ്പകാലം ആരെങ്കിലും കല്ലറി പോകുമോ പേടിച്ച്? ഇല്ല. പക്ഷേ ഈ സഹോദരി പോയി. കാരണം യേശുവിനോടുള്ള ഇഷ്ടം, യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള ബന്ധം. അവിടെ ചെന്നു നോക്കിയപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അവിടെ യേശുവിനെ കണ്ടില്ല. അവിടെ എത്തി നോക്കി, യേശുവിനെ സ്ഥലം നോക്കി, യേശുവിനെ കാണാനില്ല. ഇവിടെ നോക്കിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശുവിനെ കാണാനില്ല. എല്ലാവരോടും പറഞ്ഞു യേശുവിനെ കണ്ടില്ല. സ്തോത്രം. എല്ലാവരും വന്ന് നോക്കി തിരിച്ചങ്ങ് പോയി. പക്ഷെ ഇവള് പോകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ശിഷ്യന്മാരെല്ലാം വന്നിട്ട് തിരിച്ചു പോയി. അവർ വന്ന് നോക്കി, കണ്ടില്ല, അവരങ്ങ് പോയി. അവരുടെ കാര്യം കഴിഞ്ഞ് അവർക്ക് പോയി. പക്ഷെ ഇവള് പോയില്ല. കാരണം നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ. ആ സഹോദരിയോട് വിട്ടുപോയില്ല. ആ സഹോദരിയോട് കരയാൻ തുടങ്ങി. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. സ്വത്ര ദൂതന്മാർ പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ ആരെ തിരയുന്നു? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സ്വത്ര. ഹല്ലേലൂയ. ഇവൾ പോയില്ല. ദൂതന്മാരെ കണ്ടിട്ട് ഇവൾ സംസാരം നിർത്തി പോയില്ല. ഇവൾ പറഞ്ഞു, സ്വത്ര. അവിടെ നിന്ന് എല്ലാവരും നോക്കി കരയുകയാണ്. അപ്പോഴുണ്ട് ഒരുവനെ കണ്ടു. തോട്ടക്കാരൻ നിരൂപിച്ച് ചോദിക്കുകയാണ്, എന്നെ യേശുവിനെ ആരാ എടുത്തോണ്ട് കൊണ്ടുപോയവരെ പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം, എനിക്ക് കാണിച്ചതാ, ഞാൻ യേശുവിനെ കൊണ്ടുപോകാം. യേശു തന്നെ അടുത്ത് നിൽക്കുകയാണ്. അവൾ പറയുന്നു, എൻ്റെ യേശു ഇല്ലാതെ ഞാൻ പോകത്തില്ല. സ്നേഹം കണ്ടോ? അവർക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടാണോ? ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണോ? പ്രതിസന്ധി ഇല്ലാത്തതുകൊണ്ടാണോ? എന്താ ആ നല്ല നിലമായത്? അവൾ യേശുവിനെ രുചിച്ചറിഞ്ഞു. അവളുടെ ഹൃദയത്തിനകത്ത് എടുത്ത തീരുമാനത്തെ ആർക്കും മാറ്റാൻ കഴിഞ്ഞില്ല. സ്നേഹിതരെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ക്രിസ്തുവിൽ ജീവിക്കുന്ന മകനെ, മകളെ, നീ നല്ല നിലമാ. പ്രതികൂലം വന്നാൽ നീ പേടിക്കല്ലേ, പ്രശ്നം വന്നാൽ നീ പേടിക്കല്ലേ. വചനം കേട്ട് ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളണം. പ്രതികൂലം എത്ര വർഷം? നമ്മളെ ഭൂമിയിൽ ജീവിക്കുന്ന വർഷം മാത്രമേ പ്രതികൂലമുള്ളൂ. അതല്ല, ഒന്നല്ലെങ്കിൽ വേറൊന്ന് കാണും, അതല്ലെങ്കിൽ വേറൊന്ന് നമ്മുടേതല്ലെങ്കിൽ മക്കളതല്ലെങ്കിൽ മരുമക്കളതായിരിക്കും, അല്ലെങ്കിൽ ചെറുമക്കളതായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങറ്റം വരെയും കൊണ്ട് ഓരോ സീറ്റിലിരിക്കുമ്പോഴും ഉണ്ട്. പക്ഷേ ഈ പ്രതികൂലമല്ല വലുത്, സർവശക്തനാണ് വലുത്. അത് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രതികൂലത്തെക്കാൾ വലുതാണ് നിത്യത എന്നുള്ള സാധനം. നിത്യ നരകം, അയ്യോ കഷ്ടമെന്നുള്ള സാധനം ഇവിടം വിട്ട് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രതികൂലങ്ങൾ കണ്ട് ക്രിസ്തുവിൽ നിന്ന് മാറല്. നല്ല വിത്താകുന്ന നല്ല വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് കേട്ട് ആഴത്തിലത് ഇറങ്ങി ഇന്ന് രാത്രി വിടുവിക്കപ്പെട്ട്, ഇന്നലത്തെ വചനവും കേട്ട് വിടുവിക്കപ്പെട്ട്, നേരത്തെ കേട്ട വചനവും നമുക്ക് അകത്തിറങ്ങി വിടുവിക്കപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച്, ഇനി ഇടത്തോട്ടും വലത്തോട്ടും നോക്കല്ലേ, മദ്യവും ലഹരി വസ്തുവും പാവവും എല്ലാം ഉപേക്ഷിച്ച് നല്ല നിലത്ത് വീണ വിത്ത് കേട്ട് കളയുന്നവരല്ല, കേട്ട് ഗ്രഹിച്ച് അത് വളരും. വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. ഇപ്പൊ വായിച്ച വാക്യം 8:14 ഒന്നുകൂടെ വായിച്ചേ. 15. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ. എങ്ങനെ ക്ഷമയോടെ ഫലം കൊടുക്കും? എങ്ങനെ ഫലം കൊടുക്കും? ക്ഷമയോടെ ഫലം കൊടുക്കും. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവിനെ യഥാർത്ഥമായി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ യേശുവിനെ കണ്ടാൽ നമ്മൾ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമെന്നാണോ പറയുന്നത്? അല്ല. നമ്മൾ യേശുവിനെ കണ്ട, ഇന്നലെ ഞാൻ ഒരു വരി പറഞ്ഞു, യേശുവിനെ കണ്ട ഒരു മനുഷ്യർക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവർ പറയും, കർത്താവേ എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യൻ
എന്ന് പറയും. രണ്ട് വ്യക്തികൾ പള്ളിയിൽ ആരാധിക്കാൻ പോയി. ആരൊക്കെയാണ്? രണ്ടുപേര് പള്ളി പോയില്ലേ ആരാധിക്കാൻ? ആരൊക്കെ പോയേ? ലൂക്കോസ് 18-ാം അധ്യായം അതിന്റെ 9 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ രണ്ടുപേർ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. ഒന്ന് പരീശൻ, ഒന്ന് ചുങ്കക്കാരൻ. രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഒരുത്തൻ പരീശൻ പ്രാർത്ഥിച്ചത് വചനം എല്ലാം അറിയാം, അയാൾക്ക് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. പരീശൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ച കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞു, ദശാംശം കൊടുത്ത കാര്യം പറഞ്ഞു, പള്ളിയിൽ ആരാധിച്ച കാര്യം പറഞ്ഞു. എന്നാൽ അവൻ ആരെ കണ്ടില്ല? പള്ളി പോയിട്ട് യേശുവിനെ കണ്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്ര കാലം കൊണ്ട് പള്ളി പോകുന്നു? താങ്കൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശുവിനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? പള്ളി പോയിട്ട് യേശുവിനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? വചനം കേട്ടിട്ട് യേശുവിനെ കണ്ട എത്ര പേരുണ്ട്? പരീശനാണ്. യേശുവിനെ കണ്ടില്ലെങ്കിൽ ആളുടെ പേരെന്തോ? പരീശൻ. നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല. കേൾക്കേണ്ടതുപോലെ കേട്ടിട്ടില്ല, അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, 100 വർഷം പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? യേശു അകത്തിലേക്ക് എന്താ പ്രയോജനം? കേൾക്കുന്ന വചനം എൻ്റെ അകത്തിറങ്ങി അത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? വചനം കേൾക്കുന്നു അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്നു, ജീവിതത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? പാടുന്നു, എൻ്റെ കാര്യം പറയുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ക്രിസ്തു എൻ്റെ അകത്ത് വന്നില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റമില്ലെങ്കിൽ, എൻ്റെ ഭവനത്തിനകത്തുള്ള അംഗങ്ങൾ പറയണം, എൻ്റെ ഭർത്താവ് പറയണം, എൻ്റെ കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ അമ്മയിൽ യേശു ഉണ്ടെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൂടെ നടക്കുന്നവർ പറയണം, ആ സിസ്റ്ററിനകത്ത് യേശു ഉണ്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മളെ കാണുന്നവർ, നമ്മളിൽ യേശുവിനെ കാണണം. ജീസസ് നമ്മളിൽ പാവ മനുഷ്യനല്ല കാണേണ്ടത്. വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചോളണം, അത് അനുഗ്രഹമായി മാറും. നോക്കിക്കേ, രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരുത്തൻ പ്രാർത്ഥിച്ചു, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക, അവൻ ചെയ്യുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ ചുങ്കക്കാരൻ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാറെ തടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അപ്പാ എനിക്ക് അങ്ങനെ നോക്കാൻ യോഗ്യതയില്ല, കർത്താവേ ഞാൻ ഭാവിയാണ്, അയ്യോ ഞാൻ. കാരണം എന്താ? അവൻ യേശുവിനെ യഥാർത്ഥമായിട്ട് കണ്ടതുകൊണ്ടാണ് പാപം പുറത്തു വന്നത്. യേശുവിനെ കാണാത്തവർ ഞാൻ നല്ലതെന്നേ തോന്നും, പക്ഷെ യേശുവിനെ കാണേണ്ടുമെന്ന് കണ്ടാൽ ഉരുകും. അയ്യോ, ഈ വിശുദ്ധനാകുന്ന ദൈവം എൻ്റെ മുമ്പിലോ, ഈ സർവശക്തന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? അയ്യോ, ഈ യേശുവിൽ പാപമില്ലാത്ത യേശുവിൻ്റെ അടുക്കൽ പാപിയായ ഞാൻ എങ്ങനെ നിൽക്കും? ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഈ സ്തോത്രം, രണ്ടുപേർ പ്രാർത്ഥിക്കുമ്പോൾ ചുങ്കക്കാരൻ യഥാർത്ഥമായിട്ട് ആരെ കണ്ടു? യേശുവിനെ കണ്ടു. അവൻ മാറത്തടിച്ചു. അവൻ തിരിച്ചു പോയപ്പോൾ സന്തോഷത്തോടെ പോയി. പരീശൻ്റെ അഡ്രസ്സ് പോലും ഇല്ല. കാരണം അവൻ്റെ പൊങ്ങച്ച മുഴുവൻ കാണിച്ചിട്ട് അവൻ്റെ പാപം അവന് കാണാൻ പറ്റില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇന്നലത്തെ 1-ാം ദിവസത്തെ കൺവെൻഷൻ്റെ ആരാധനയ്ക്കകത്ത് എത്ര പേർ എൻ്റെ യേശുവിനെ കണ്ടിട്ട് തിരിച്ചു പോയി? എത്ര പേർ യേശുവിനെ കണ്ടു? എത്ര പേർ പാപം കണ്ടു? എത്ര പേർ നമ്മുടെ കിടക്കുന്ന പാപ സ്വഭാവം ഇന്നലത്തെ പ്രസംഗത്തിൽ കണ്ടു? ഇന്ന് ഇത്രയും നേരം പ്രസംഗിച്ചപ്പോൾ നമ്മളുള്ള പാപമാണ് ദൈവത്തിന്റെ മേൽ കണ്ടതെങ്കിൽ ഞാൻ പറയാം, താങ്കൾ യേശുവിനെ നിശ്ചയമായി കണ്ടു. ഇല്ല എങ്കിൽ ഞാൻ പറയാം, അയ്യോ പരാജയപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. കേട്ട വചനം എവിടോ പോയി. ഇന്ന് രാത്രി ഇനി അങ്ങോട്ട് കേൾക്കുന്നതും ഇതുവരെ കേട്ടതും നഷ്ടമാക്കി വെക്കരുത്. ഹല്ലേലൂയ. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 42-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു 5-6 വാക്യം. ഒരു ദിവസം ഇയ്യോബിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇയ്യോബ് നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകന്നവനാണ്, ദൈവം ഭക്തനാണ്, ഇവനെപ്പോലെ ആരുമില്ലെന്ന് ആര് സാക്ഷ്യം പറഞ്ഞു? ദൈവ സാക്ഷ്യം പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞു? സാത്താനും പറഞ്ഞു. രണ്ടുപേരും സാക്ഷ്യം പറഞ്ഞ ആളാണ് ആര്? ഇയ്യോബ്. പക്ഷെ ഇയ്യോബ് ദൈവത്തെ കണ്ടപ്പോൾ പ്രതികൂലമുണ്ടായി, പ്രശ്നമുണ്ടായി, പ്രതിസന്ധി ഉണ്ടായി, തലമുറകളെല്ലാം നഷ്ടപ്പെട്ടു, വസ്തുവകൾ മുഴുവൻ നഷ്ടപ്പെട്ടു. തല മുതൽ പാദം വരെയും അഴുകി നാർന്ന അനുഭവത്തിൽ വ്രണം നിറയാനിടയായിത്തീർന്നു. ഒറ്റ മനുഷ്യരടുത്ത് വരത്തില്ല. തൻ്റെ ഭാര്യ പോലും ദൈവത്തെ തള്ളിക്കളഞ്ഞ് മരിച്ചു കളക എന്നാണ് ഇയ്യോബിനോട് പറഞ്ഞത്. എന്നിട്ടും തള്ളിക്കളയാതെ യേശു മാത്രം മതി എന്ന് ചേർന്ന് നടന്ന ഒരു ഭക്തനെ കുറിച്ചാണ് 42 ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 5-6 42-ാം അധ്യായം 5-6 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് ഇയ്യോബിന്റെ അടുക്കൽ സ്വർഗം ഇറങ്ങി വന്നു. ദൈവം സംസാരിക്കാൻ തുടങ്ങി. അതുവരെയും അവന് കേൾവി മാത്രമേ ഉള്ളൂ. എന്നാൽ അവൻ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ ദൈവം അഡ്രസ് ചെയ്ത ഇയ്യോബ്, പിശാച് അഡ്രസ് ചെയ്ത ഇയ്യോബ്, ഇവനെ പോലെ നിഷ്കളങ്കൻ ആരുമില്ലെന്ന്, ഇവനിൽ പാപമില്ലെന്ന് അഡ്രസ് ചെയ്ത, ഓ സ്തോത്രം, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തനായി ജീവിച്ച, ഓ ദോഷം വിട്ടകന്ന ദൈവം ഭക്തനാകുന്ന ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടും ഇയ്യോബ് ദൈവത്തെ ഒന്ന് കണ്ടപ്പോൾ അവന്റെ നിലവിളി ഒന്ന് വായിച്ചു കേട്ടെ. വായിച്ച് 5-6 വാക്യം. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഒരു കേൾവി മാത്രമേ. ഇയ്യോബ് പറയുകയാണ്, അപ്പാ ഒരു 38-ാം അധ്യായം മുതൽ എൻ്റെ അപ്പൻ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി.
അമ്മേൻ 42 അങ്ങോട്ട് വരുമ്പോൾ സ്തോത്രം ഇയ്യോബ് മറുപടി കൊടുക്കുകയാണ്. അപ്പാ, ഞാൻ ഇന്ന് വരെ അങ്ങയുടെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ, അങ്ങേ ഞാൻ കണ്ടിട്ടില്ല അപ്പാ. അയ്യോ, ഞാൻ അങ്ങേ കണ്ടിട്ടില്ല. പക്ഷെ ഇയ്യോബ് എൻ്റെ ദൈവത്തെ ഇത്രയും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും ദൈവഭക്തനെന്ന് പറഞ്ഞ ഇയ്യോബ് ഇങ്ങനെ കലഞ്ഞെങ്കിൽ ഞാനും നിങ്ങൾ എൻ്റെ ദൈവത്തെ കണ്ടാൽ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറയാണ്, ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത്. നോക്കിയേ, ഇയ്യോബ് ആരെ വെറുക്കുന്നു? ഇയ്യോബിനെ വെറുക്കുന്നു. എന്താ കാര്യം? ദൈവത്തെ കണ്ടപ്പോ ഇയ്യോബ് കണ്ടത് ഇയ്യോബിന്റെ പാപം. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം പറഞ്ഞു ഇവനെ പോലെ നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും ദൈവഭക്തനും മറ്റാരുമില്ലെന്ന് ദൈവം അഡ്രസ് ചെയ്തവൻ ദൈവത്തെ കണ്ടപ്പോ അവൻ പറയുകയാണ്, എൻ്റെ അപ്പാ, ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇപ്പം ഞാൻ കണ്ടു. അയ്യോ, ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. അയ്യോ, എനിക്ക് എന്നെ തന്നെ വെറുപ്പ് തോന്നുന്നു. കാരണം എൻ്റെ സർവശക്തന്റെ മുമ്പിൽ ഞാൻ ഏതുമല്ലല്ലോ, ഞാൻ ഒന്നുമല്ലല്ലോ, ഞാൻ കുറവുള്ളവനാണല്ലോ, ഞാൻ തെറ്റുള്ളവനാണല്ലോ. ഇയ്യോബ് അത് കാണാൻ എന്താ കാര്യം? അതുവരെ കാണാത്ത ഇയ്യോബ് എൻ്റെ അപ്പനെ കാണേണ്ടുമെന്ന് ഒന്ന് കണ്ടു. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, നീ എൻ്റെ യേശുവിനെ കാണേണ്ടുമെന്ന് ഒന്ന് കണ്ട, ഓ, നീ പറയും, ഞാൻ യോഗ്യനല്ലപ്പാ, അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, അങ്ങയുടെ മകനാക്കി മാറ്റണമേ, അങ്ങേക്കായി ജീവിക്കാൻ എനിക്ക് ഒരുക്കമാണെന്ന് നീ രാത്രി നിലവിളിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അപ്പച്ചനെ ഒന്ന് കാണാൻ? ഇന്ന് വന്ദനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന ആളിനെയല്ല നോക്കേണ്ടത്, അടുത്തിരിക്കുന്ന ആളിനെയല്ല നോക്കേണ്ടത്, പിന്നെയോ നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനാകുന്ന രാജാതി രാജാവാകുന്ന കർത്താതി കർത്താവാകുന്ന അത്ഭുത മന്ത്രിയാകുന്ന വീരനാ ദൈവമാകുന്ന നിത്യ പിതാവാകുന്ന സാറാബുകൾ ആരാധിക്കുന്ന പരിശുദ്ധനാകുന്ന ദൈവത്തെ വേണം നോക്കാൻ. അല്ലെങ്കിൽ മനുഷ്യനെ നോക്കല്ലേ, അവരിവരും പറഞ്ഞു തരും. നമുക്ക് നേർവഴി നടത്തുന്ന വചനമാണ് ഗിരിപ്രഭാഷണം. നമ്മൾ ധ്യാനിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ ഗിരിപ്രഭാഷണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 5, 6, 7 അധ്യായം അവസാനം വരെയും യേശു ക്രിസ്തു മലമേലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മക്കളോട് പറഞ്ഞ വചനങ്ങളാണ് ഈ അധ്യായങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ 7-ാം അധ്യായം വായിക്കുമ്പോൾ 15-ാം വാക്യം മുതൽ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 15-ാം വചനം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. 7:15 മുതൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട്. ആരെ വേഷം പൂണ്ട് വരും? അതുകൊണ്ട് പ്രവചിക്കുന്നവരല്ല നോക്കേണ്ടത്, കർത്താവിനെ ആരാധിച്ചിട്ട് പാവം ചെയ്യുന്നവരല്ല നോക്കേണ്ടത്, യേശുവിനെ നോക്കണം. നമ്മൾ അനേകർ പറയുന്നത് എന്തോന്നാണ്? അയ്യോ, അയാളോ, അയാൾ പ്രസംഗിക്കുകയും ചെയ്യും, ചീത്ത വിളിക്കുകയും ചെയ്യും. അയാളാണോ? അയാൾ പാവം ചെയ്യും, അയാൾ ശരിയല്ല, നമ്മളെയും കൂടെ വൃത്തികേടാക്കും, അതുകൊണ്ട് പോണ്ട പള്ളിയിൽ എന്നേ പറയത്തുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞില്ല, അപ്പുറത്തുള്ളവരെ നോക്കാനല്ല, ഇപ്പുറത്തുള്ളവരെ നോക്കാനല്ല, ആ സഭയെ നോക്കാനല്ല, പിന്നെയോ സർവശക്തനാകുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച യേശുവിനെ നോക്കാനാ. ഇന്ന് രാത്രി യേശുവിനെ നോക്കി ഇറങ്ങുന്ന പൈതലിനെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. മനുഷ്യനെ നോക്കാൻ വീണു പോകും. നിങ്ങൾ പറയുന്നേ ആരാധിക്കുന്ന ആളിൽ യേശുവില്ല. നിങ്ങൾ പറയും അയാളോ, ആ പള്ളിയോ, അയ്യേ കള്ളത്തനമാ, അയ്യോ ആ പ്രസംഗം കള്ളത്തനമാ, അയാളോ, അയാൾ ശരിയല്ല എന്നൊക്കെ പറയുമായിരിക്കും. അതുകൊണ്ട് അയാളെ നോക്കിയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് സർവശക്തനാകുന്ന ദൈവം, പാപമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം തൊട്ടിട്ടില്ലാത്ത, പാപത്തിൽ ജനിക്കാത്ത, പാപത്തിൽ ജീവിക്കാത്ത, പാപത്തിൽ മരിക്കാത്ത ഒരാളെ ഉള്ളൂ. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ആ യേശുവിനെ നോക്കി വേണം എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. യേശുവിനെ നോക്കി ആരാധിക്കണം. യേശുവിനെ നോക്കി വേണം മുന്നോട്ട് പോകാൻ. മനുഷ്യനെ നോക്കല്ലേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിപ്പീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട്. വേഷം എന്തോന്നാണ്? ഒരു ദൈവവൈതന്റെ വേഷം. ആരുടെ വേഷം? വേഷത്തിൽ ആട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ചെന്നായി. എങ്ങനെ? വേഷത്തിൽ ആട്. ഭജനെല്ലാം പറയും, കാര്യങ്ങളെല്ലാം പറയും, ദൂതെല്ലാം വിളിച്ചു പറയും. പക്ഷെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ഏറ്റവും പന്ന സ്വഭാവം. ചീത്ത വിളിക്ക് കണക്കില്ല, വീട്ടിനകത്ത് വാരിയടിക്ക് കണക്കില്ല, പ്രസംഗത്തിനും കണക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമോ? ഇല്ല. പള്ളി ബന്ധക്കോസിൽ അല്ലെങ്കിൽ സ്ഥാനപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകുമോ? യേശുവിൽ ജീവിക്കുന്ന പൈതൽ മാത്രമേ. രാത്രി എത്രവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് വചനം. അതുകൊണ്ട് മനുഷ്യനെ നോക്കല്ല, അവരെ നോക്കിയാൽ നമ്മൾ വീഴും. നമ്മൾ നോക്കേണ്ടത് യേശുവിനെ. ഓ ജീസസ്. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീ, അവരെ ആടിന്റെ വേഷമായിരിക്കും. അടുത്ത വരി, നിങ്ങളുടെ അടുക്കൽ വരുന്നു, നിങ്ങളുടെ അടുക്കൽ ആടിനെ പോൽ വരും, സ്നേഹത്തോടെ സ്തോത്രം പ്രൈസ്തലോട് എന്നൊക്കെ പറഞ്ഞു വരും. അടുത്ത് അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. എങ്ങനെ? കടിച്ചു കീറുന്ന
ചെന്നായ്ക്കളാകുന്നു. സ്വഭാവത്തിനകത്ത് ആരില്ല സ്നേഹിതരെ? യേശുവില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ പുറമേ രണ്ട് കയ്യടി ആരാധനയും പാട്ടും പ്രസംഗവും മാത്രമല്ല, എൻ്റെ അകത്തെൻ്റെ യേശു നിറഞ്ഞിട്ട് എന്നിൽ വസിക്കുന്ന പാവ മനുഷ്യനെ കൊല്ലണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എന്നെ പാവം ചെയ്യിപ്പിക്കുന്ന മനുഷ്യനെ എൻ്റെ സ്വർഗത്തിലെ ദൈവം കൊന്നിട്ട് ക്രിസ്തു എന്നിൽ അറിഞ്ഞൂടാത്തെ പാടാ ആർക്കാ? നിങ്ങൾ നോക്കിക്കേ, എല്ലാവരും യേശുവിൻ്റെ മക്കളാണോ യേശുവിൻ്റെ പാട്ട് പാടുന്നത്? നമ്മൾ കേൾക്കുന്നില്ലേ? എല്ലാവരും പാടുന്നില്ലേ? നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കിയേ, യേശുവിൻ്റെ മക്കളാണോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട മക്കളാണോ എല്ലാവരും പാടുന്നത്, യേശുവിനെ കുറിച്ച് പാടുന്നത്? പിന്നെ ഗായകരെല്ലാം പാടും. പാട്ടുകാർക്ക് ഏത് വിശ്വാസത്തിലിരിക്കുന്നവരും പാട്ട് കിട്ടിയാൽ അവർ പാടും. അവർക്ക് പാടാനറിയാം, പാടും. അവർ പാടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകുമോ? പാടുന്നില്ലല്ല കാര്യം, പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കുന്നതല്ല, പ്രസംഗിക്കണം, പാടണം. ജീവിതത്തിനകത്തൂടെ യേശു വരണം. പാട്ടുകാരൻ പാടി, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിൻ്റെ വീട്ടിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു വീട്ടിൽ ചെന്നിരുന്ന അമ്മയോട് മറ്റുള്ള ആൾക്കാരെ കുറിച്ച് പരിഹസിച്ച് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? നമ്മൾ എത്ര വീട്ടുകാരുണ്ട് അങ്ങനെ? ആരെ കാര്യവും വീട്ടിനകത്ത് പറയാത്ത എത്ര പേരുണ്ട്? ഉമ്മേനമ്പി വന്നേ നമ്മക്കപ്പെടല്ലേ. മനസ്സിലായോ? എത്ര പേരുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശുവിൻ്റെ വീട്ടിൽ ആരുടെ കുറ്റവും കുറവും ആര് പറഞ്ഞില്ല? യേശു പറഞ്ഞില്ല. നമ്മുടെ വീട്ടിലോ? നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അങ്ങനെ ആരെ പറ്റിയും പറയാത്ത, കള്ളത്തനം പറയാത്ത എത്ര പേരുണ്ട്? രഹസ്യത്തിലും പരസ്യത്തിലും ക്രിസ്തു എന്നെ കാണുന്നെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് സ്നേഹിതരെ? ഫലത്താൽ ക്രിസ്തുവിൻ്റെതാണോ എന്ന് തിരിച്ചറിയാം. അടുത്ത വരി. നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷം യേശുപ്പന്റെ മകളാണെങ്കിൽ ക്രിസ്തുവിന്റെ ഫലം വന്നിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അടുത്ത വരി. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. പന്ന ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, കുത്തുവാക്ക് പറഞ്ഞ്, നിരുത്സാഹപ്പെടുത്തി, അവരെ എതിർത്ത് പറഞ്ഞ്, നമ്മുടെ കുറവ് നോക്കി നമ്മൾ കർത്താവിന് മുമ്പിൽ കീഴടങ്ങുന്നതിന് പകരം മറ്റുള്ളവരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തി അവരെ വേദനിപ്പിച്ച് അവരെ തകർക്കുന്നതിനേക്കാളും നല്ലത് യേശുപ്പാ എന്നോടൊന്ന് ഇടപെടണമേ എന്ന് നമ്മൾ എത്ര പേര് പറയാറുണ്ട് സ്നേഹിതരെ? നമ്മളെ മക്കളോട് എത്ര പേര് പറയാറുണ്ട്? മക്കളെ, മറ്റാരെ കുറിച്ച് നമുക്ക് പറഞ്ഞുകൂടാ. അമ്മേ, മക്കളെ, യേശുവാണ് കർത്താവ് എന്ന് എത്ര പേര് പറഞ്ഞു കൊടുക്കാറുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഫലത്താൽ തിരിച്ചറിയാം. അടുത്ത വാക്യം. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും. യേശു ഉള്ള പൈതലിന് യേശു ഇല്ലാത്ത ഫലം, പന്ന ഫലം വരില്ല. 100% ഉറപ്പ്. അടുത്ത വരി. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. ഇത് വചനം മാറൂലേ? ഈ വചനം മാറൂലേ? എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഈ വചനം മാറുമോ? ഇല്ല, മാറത്തില്ല. ഈ വചനം എന്തെത്തില്ല? മാറത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, കർത്താവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ഫലം വന്നിരിക്കും. ആരുടെ ഫലം വരും? യേശുവിൻ്റെ ഫലം. ഇല്ലെങ്കിൽ അത് ആരുടേതല്ല, യേശുവിൻ്റെതല്ല. പിന്നെ ഒരു നാടകം കാണിക്കുന്ന അത്രേ ഉള്ളൂ. അടുത്ത വാക്യം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി എറിയും. കാരണം പള്ളി പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, കാണിക്കയിടുന്നുണ്ട്, ഒരുപക്ഷെ ദശാംശം കൊടുക്കുന്നതായിരിക്കും, ഒരുപക്ഷെ എല്ലാ ആരാധനയ്ക്കും പങ്കെടുക്കുന്നതായിരിക്കും, ഓടി എല്ലാത്തിനും പങ്കെടുക്കുമായിരിക്കും. പക്ഷെ അകത്ത് ആരില്ല? യേശു ഇല്ല, ഫലവും ഇല്ല. ആ ആളിനെ വെട്ടി എവിടെ ഇടുമെന്ന്? അവസാനം പള്ളി പോയി എല്ലാം ചെയ്ത് അവസാനം തീക്കകത്ത് വെട്ടിയെങ്കിടുമെന്ന് അർത്ഥം, നരകത്തിൽ വീഴുമെന്ന് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത വരി വായിച്ചേ. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ആരും അതിൽ പെടരുത്. ഇന്ന് വചനം കേട്ട് രക്ഷപ്പെട്ടോളണം. അടുത്ത വരി. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അടുത്ത വരി. എന്നോട് കർത്താവേ കർത്താവേ. അടുത്ത വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവനുമല്ല. ആർക്ക് പറഞ്ഞൂടെ? അപ്പാ, കർത്താവേ, യേശുവേ, ആണ്ടവരെ. ലോകത്തിലുള്ള എല്ലാവരും വിളിക്കുന്നില്ലേ? വിളിക്കുന്നുണ്ടോ? ഇല്ലേ? യേശുവിനെ അറിഞ്ഞൂടാത്തവർ വിളിക്കുന്നില്ലേ? വിളിക്കുന്നുണ്ട്. യേശുവേ എന്ന് വിളിക്കുന്നില്ലേ? വിളിക്കുന്നുണ്ട്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. വിളിയിലല്ല കാര്യം. അടുത്ത സ്വർഗ്ഗസ്ഥനായ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടതല്ല. സിസ്റ്റർ എന്ന് പ്രസംഗിച്ചു, കർത്താവേ കർത്താവ് വിളിക്കേണ്ടെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ആരെ വിളിക്കണം? കർത്താവിനെ വിളിക്കണം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. അടുത്ത വരി. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് ബോധവാൻ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം
എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് ബോധവാൻ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് കർത്താവേ എൻ്റെ ഇഷ്ടം ഒന്നും ചെയ്യില്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ഞാനാണ്, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ വന്നാൽ അർത്ഥം യേശു എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് കർത്താവിൻ്റെ ഇഷ്ടം വരുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ, ടക്കനെ വായിച്ചേ. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്ര സ്വർഗരാജ്യത്തിൽ കണ്ടോ? ആരാ സ്വർഗത്തിൽ പോകുന്നത്? അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ. സ്വർഗത്തിൽ പോകുന്ന ആരാ? അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ ഫലത്താൽ അറിയാം. ഞാൻ ചോദിക്കട്ടെ, 40 വർഷമായി, 20 വർഷമായി, 30 വർഷമായി, 50 വർഷമായി, 60 വർഷമായി, 15 വർഷമായി, 10 വർഷമായി, 5 വർഷമായി, 2 വർഷമായി, അല്ലെങ്കിൽ ഇന്നലെ മുതൽ യേശുവിനെ കണ്ടുമുട്ടി, ഞാൻ ചോദിക്കട്ടെ, ഈ ഫലം വരുന്നുണ്ടോ? യേശു അകത്ത് വന്നിട്ടുണ്ടോ? ജീവിതത്തിനകത്ത് മാറ്റമുണ്ടോ? ഇല്ല എങ്കിൽ മുറിച്ചെറിയും. ഇന്ന് രാത്രി കർത്താവിൻ്റെ അകത്ത് സ്വീകരിച്ചോളണം. അപ്പച്ചാ, ഞാൻ തകരട്ടെ, ക്രിസ്തു എന്നിൽ നിറയണപ്പാ, യേശുവെ അങ്ങനിൽ നിറയണമേ, അങ്ങയുടെ സ്വഭാവത്തെല്ലാം നിറയ്ക്കണേ, പാപ മനുഷ്യനെ തകർക്കണമേ. അടുത്തവരെ ടക്കനെ വായിച്ചേ. കർത്താവേ 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 കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും. കണ്ടോ? പ്രവചിക്കുന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ, പ്രവചിക്കുകയും. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇത് ശുശ്രൂഷക്കാരെ കുറിച്ചാണ്. ഭയങ്കര ശുശ്രൂഷയായിരുന്നു. പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെല്ലാം സൗഖ്യമാക്കി, ഭയങ്കര അത്ഭുതങ്ങൾ അതിശയങ്ങൾ നടന്നു. പക്ഷെ സ്വർഗത്തിലില്ല, പേരവിടെ ഇല്ല. അത്ഭുതങ്ങൾ ഉണ്ടായതോട്ട് ഉണ്ടായി, വിടുതൽ നടന്നു, ഭയങ്കര വിടുതൽ നടന്നു, പക്ഷെ ആളെവിടെ ഇല്ല, സ്വർഗത്തിലില്ല. അടുത്ത വരി വായിച്ചേ. നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന്, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പലരും ആ നാളിൽ എന്നോട് പറയും. അടുത്ത്, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ. കണ്ടോ? യേശുവിനെ അറിയത്തില്ല. അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. യേശു അകത്തില്ലാത്ത പൈതലിനെ യേശുവിനെ അറിയത്തില്ല. പൈതലെ നോക്കുകയുമില്ല, അംഗീകരിക്കുകയുമില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു നമ്മുടെ അകത്തുണ്ടോ? അത്ഭുതത്തിലല്ല, അതിശയത്തിലല്ല, വലിയ ഭയങ്കര എന്തോ സംഭവം ചെയ്തതിലല്ല. യേശു എൻ്റെ അകത്തുണ്ടോ? ഫലത്താൽ തിരിച്ചറിയാം. പാവങ്ങളെ വിട്ടുതിരിയും, കൃപയാൽ ജീവിക്കും. പ്രതികൂലം ഉണ്ടാകുന്നിട്ട് ഉണ്ട്, പ്രശ്നം ഉണ്ടാകുന്നിട്ട് ഉണ്ട്, പക്ഷെ അവരെ തള്ളിയിടാൻ കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു, യേശു നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? സ്വഭാവത്തിനകത്ത് മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇതുവരെ ആരാധിച്ചുകൊണ്ട് ഒരു പ്രതിഫലമില്ല. ഇന്ന് രാത്രി അപ്പനോട് പറ, യേശുവേ, അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ അങ്ങനിൽ നിറയണമേ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. കർത്താവ് വിളിക്കുന്നവരെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തും പറയും. പ്രവചിച്ചവരോടും പറയും, പ്രസംഗിച്ചവരോടും പറയും, ക്രിസ്തുവില്ലെങ്കിൽ അത്ഭുതം ചെയ്തവരോടും പറയും. നീ പ്രസംഗിച്ച് കാണും, നീ എല്ലാം ചെയ്ത് കാണും, പക്ഷെ ഞാൻ അകത്തില്ല, എനിക്ക് നിന്നെ അറിഞ്ഞും കൂടാ. ചിന്തിച്ചു നോക്കിയേ. അടുത്ത വരി. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ, വചനപ്രകാരം ജീവിക്കുന്ന ആള്, വചനപ്രകാരം പണിയുന്ന ആള്, നമ്മൾ എന്ത് ചെയ്താലും ക്രിസ്തുവിൽ ജീവിച്ച് പണിതില്ലെങ്കിൽ, ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ പൈതലെ അത് വെന്തു പോകും. വക്കോല് വെന്തു പോകും പോലെ, ആലൊരു വിറക് വെന്തു പോകും പോലെ തീക്കിരയായി തീരും. ഇന്ന് രാത്രി പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനായി, പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും ക്രിസ്തുവിനെ വിട്ട് മാറരുത്. പ്രതികൂലം ഇവിടെ തീരും, പ്രശ്നം ഇവിടെ തീരും, നിന്ന ഇവിടെ തീരും. തീരാത്ത ഒന്നുണ്ട്, ഈ മരണശേഷമുള്ള ജീവിതം. അതിവിടെ കൊണ്ട് തീരുന്നതല്ല, അതിനുശേഷം യുഗം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് കേൾക്കുന്ന വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് 100 മേനി വിളവുള്ള ഒരു പൈതലായി. അടുത്ത വാക്യം കൂടെ വായിച്ചേ. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാക്കിയാൽ ക്രിസ്തുവിലുള്ള പിള്ളെ കാറ്റടിച്ചാലും വീഴത്തില്ല, തിരമാല വന്നാലും വീഴത്തില്ല, പ്രതിസന്ധി വന്നാലും വീഴത്തില്ല. അത് ക്രിസ്തുവിലായോട് തകർത്ത് തള്ളിയിടാൻ കഴിയത്തില്ല. അടുത്ത വരി. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ. കണ്ട, വചനപ്രകാരമല്ല ജീവിതം. സ്വഭാവത്തിനകത്ത് ഒരു മാറ്റമില്ല. കഴിഞ്ഞ നാളിലെ ചീത്തവിളിയും വഴക്കും ബഹളവും വാരിയടിയും അതുപോലെ ഉണ്ട്. എങ്ങനെ മാറിയിട്ടില്ല. അടുത്ത വരി.
ഒക്കെയും പ്രശ്നം വന്നു, പ്രതിസന്ധി വന്നു, പ്രാർത്ഥന പോയി, ആരാധന പോയി, ഇപ്പൊ സഭയിൽ പോകത്തില്ല, ആരാധിക്കത്തില്ല, വചനം കേട്ടിട്ടും സത്യത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ കഴിയുന്നില്ല. ആമേ, വീട് പണിയുന്നത് എവിടെയാ? പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പലതുമൊക്കെ ചെയ്യുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, മറ്റു പല ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. പക്ഷെ യേശു അകത്തില്ല. നീ പണിയുന്നതല്ല മണ്ണിന്റെ പുറത്താണ്. ആമേ, പാറ പുറത്തല്ല, മണ്ണിന്റെ പുറത്ത്. അത് വീട് പോകും, നീ തകർന്നു പോകും. അതിനേക്കാൾ നല്ലത് ക്രിസ്തുവിൽ പണിയുന്നല്ലേ. സത്യവചന പ്രകാരം വചനത്തിന്റെ മുന്നിൽ മുട്ടുമടങ്ങിക്കൊണ്ട് യേശുവെ ഞാൻ ഭാവിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ ഹൃദയത്തിനകത്ത് വരണമേ, അങ്ങേക്കായി ജീവിക്കാൻ എനിക്ക് ഒരുക്കമാണ്. ഇന്ന് രാത്രി ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും, ആരൊക്കെ വിട്ടുകൊടുക്കും, ആരൊക്കെ സമർപ്പിക്കും, അവരെയാണ് കർത്താവ് തൊടാൻ പോകുന്നത്. ഇന്ന് രാത്രി ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, കർത്താവേ എന്റെ അകത്ത് അങ്ങ് നിറയണമേ, എന്റെ അകത്ത് അങ്ങ് വരണമേ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. മനുഷ്യനോട് തുല്യനാകുന്നു. വന്മയുടെ ഞാൻ ചോദിക്കട്ടെ, 10 വർഷം കൊണ്ട് 50 വർഷം കൊണ്ട് പണിതെല്ലാം എവിടെ ആയിരിക്കുന്നേ? പ്രശ്നത്തിന് കുഴപ്പമില്ല, കുറവില്ല, ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിക്കുന്നില്ല, പള്ളി പോകുന്നുണ്ട്, എല്ലാത്തിനും ഉണ്ട്, എല്ലാത്തിനും ആള് മുന്നിലാണ്. പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരുമില്ല, കർത്താവ് അകത്ത് വന്നിട്ടുമില്ല, സ്വഭാവത്തിനകത്ത് ഒരു നുള്ളു മാറ്റവുമില്ല. അയാൾ പണിതുകൊണ്ടിരിക്കുന്ന എവിടെ? പള്ളി ഞായറാഴ്ച പോയപ്പോൾ എവിടെയാ പണിതേ? പറ. മണലിൻ്റെ പുറത്ത്, സ്വർഗത്തിലില്ല. പള്ളി പോയി ആരാധിച്ചു, എന്തൊക്കെ ചെയ്തു, എല്ലാമൊക്കെ ചെയ്തു, പക്ഷെ ചെയ്തതെല്ലാം മണലിൻ്റെ പുറത്ത്. എന്താ മണലിൻ്റെ പുറത്തായ കാരണം? യേശു ഇല്ല. യേശു ഇല്ലാതെ ചെയ്തതെല്ലാം മണലിൻ്റെ പുറത്ത്. അടുത്ത വരി വായിച്ചേ. വന്മഴ ചൊരിഞ്ഞു, വന്മഴ ചൊരിഞ്ഞു, പ്രശ്നം വന്നു, നദികൾ പൊങ്ങി, നദികൾ പൊങ്ങി, പ്രതികൂലം വന്നു, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, നിന്ന വന്നു, പരികാശം വന്നു, ദുഷി വന്നു, രോഗം വന്നു, കഷ്ടപ്പാട് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാമോ? കാറ്റടിച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. വീഴ്ച വലിയതെന്ന് അർത്ഥം എന്താ? നരകത്തിലോട്ട് പോയി, അതതിന്റെ അർത്ഥം. പിന്നെ എണീക്കാൻ പറ്റത്തില്ല. വീഴ്ച എങ്ങനെയുള്ളത്? വലുത്. ഇന്ന് രാത്രി ആ നിത്യ നരകത്തിനകത്ത് പോകാതെ നിത്യതയിൽ തന്നെ നമ്മൾ കടന്നു പോകണം. അതിന് കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചോളണം. ആരൊക്കെ പാടും? 4 വരി പാടി നമുക്ക് തെസ്സലോനിക്കർ ലേഖനത്തിലേക്ക് പോകണം. കരങ്ങൾ അടിച്ച് പാടാമോ? യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. അൻപുകൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും ആർവമായി അൻപുകൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും ആർവമായി മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുവലത്തോടെ അൻപുകൂറുവേ. ആരാധന 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 ആരാധന, ഓ ആരാധന 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 ആരാധന. എൽറോയി എൽറോയി എന്നെ കണ്ടീരേ നന്ദിയാ. എൽറോയി എൽറോയി എന്നെ കണ്ടീരേ നന്ദിയാ. എന്നെ കണ്ടീരേ നന്ദിയാ. അയ്യോ എന്നെ കണ്ടീരേ നന്ദിയാ. മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുവലത്തോടെ അൻപുകൂറുവേ. ആരാധന 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 ആരാധന. അൻപുകൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും ആർവമായി. ഓ അൻപുകൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും ആർവമായി. മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപുകൂറുവേ. ആരാധന 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 ആരാധന. രോഗങ്ങൾ മാറുന്നു, ഭാരങ്ങൾ മാറുന്നു, പ്രയാസങ്ങൾ മാറുന്നു, പ്രതികൂലങ്ങൾ മാറുന്നു, കണ്ണീര് മാറുന്നു. ആത്മാവിന്റെ ശക്തി, അഭിഷേകം, ദൈവകൃപ 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 ദൈവകൃപ. നന്ദിയയ്യാ യഹോവ റബ്ബ, യഹോവ റബ്ബ, സുഖം തന്നീരേ. നന്ദിയയ്യാ സുഖം തന്നീരേ. നന്ദിയയ്യാ അയ്യാ സുഖം തന്നീരേ. നന്ദിയയ്യാ മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപുകൂറുവേ. ആരാധന ആരാധന ആരാധന
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നു, ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. ലൂക്കോസ് 12:40 വായിക്കുമ്പോൾ വായിച്ച്, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. യേശുപ്പച്ചൻ എപ്പോൾ വഴുവെന്നറിയത്തില്ല. നേരത്തെ നമ്മൾ വചന ശുശ്രൂഷയോടെ കേട്ടു, സ്തോത്രം, യേശുവിൻ്റെ വരവ് ഒരു വാഗ്ദത്തമാണ്. 2-ാമത്തെ വാഗ്ദത്തത്തിൽ പറഞ്ഞു യേശുവിൻ്റെ വരവ്, ഹല്ലേലൂയ, കർത്താവ് വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഹല്ലേലൂയ. ചിലർ വിചാരിക്കും പോലെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് കുറച്ച് പേരെ കൂടെ കർത്താവിന് നേടാനുണ്ട്, കർത്താവിന് തൂക്കിയെടുക്കാനുണ്ട്, കർത്താവിന് രക്ഷിക്കാനുണ്ട്, കർത്താവിന് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം വായിച്ചേ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. എങ്ങനെ ഇരിക്കണം? ഒരുങ്ങിയിരിക്കണം. യേശുവിൻ്റെ വരവിൽ കയറി പോകണമെങ്കിൽ ഒരുങ്ങിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പൈതലെ, കല്യാണത്തിന് വിവാഹം ആയ പെൺകുട്ടിയും പയ്യനും വിവാഹ ദിവസം പയ്യൻ കൊടുത്ത വസ്ത്രങ്ങൾ ധരിച്ച് അവൾ ഒരുങ്ങി വന്ന് കാത്തിരിക്കാതിരുന്നാൽ അവൻ വിവാഹം കഴിക്കുമോ? കഴിക്കുമോ? ഇവിടെയൊക്കെ അങ്ങനെയാണ്. അത് ധരിച്ചില്ലെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോവോ? ഇല്ല. പിന്നെ അവൻ കൊടുക്കുന്നത് ഒരുങ്ങി ധരിച്ച് അവനെ കാത്തിരുന്ന് എന്ത് ചെയ്യും? വിവാഹം കഴിഞ്ഞ് പോകൂലേ? ദൈവത്തിന് സ്തോത്രം. വിവാഹം കഴിയുമ്പോൾ അവൻ വന്നപ്പോൾ ചിലപ്പോൾ അവൻ്റെ അടുത്ത് ആരിരുന്ന് കാണും. ചിലപ്പോൾ അമ്മയോ, ചിലപ്പം പപ്പയോ, ചിലപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ഇരുന്ന് കാണും, അല്ലെങ്കിൽ അവൻ മാത്രം ആ ഫ്രണ്ടിൽ ഇരുന്ന് കാണും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അവരെയൊക്കെ തള്ളി അങ്ങ് പുറത്താക്കിയിട്ട്, മനസ്സിലാവുന്നുണ്ടല്ലേ? ഞാൻ ആരെ ഇരുത്തുള്ളതിൽ? നിങ്ങൾ പറ, വചനം പറയാൻ വേണ്ടിയാ. ആരെ ഇരുത്തു? ആ പെങ്കൊച്ചിനെ അവ ഇരുത്തത്തുള്ളൂ. ആണോ അല്ലേ? അതോ അയൽവാസിയായ നിങ്ങളെ ഇരുത്തുമോ? അന്ന് പാവപ്പെട്ട ചേച്ചിയല്ലേ, ചേച്ചി ഇരുന്നെന്ന് പറയും. ആ ചേട്ടൻ ഇന്നലെയൊക്കെ രാത്രി മൊത്തം അവിടെ ജോലി ചെയ്തതാ, ആ കരിക്കലമുള്ള പാത്രം വരെ കഴുകിയത് ആ ചേട്ടനാ, അതും ചേട്ടൻ ഒന്ന് ഇരുന്നോ എന്ന് പറയും. ആ പയ്യൻ പറയത്തില്ലേ, ഇറങ്ങട അങ്ങോട്ട് പുറത്തെന്ന് പറയും അല്ലേ? ആരെ ഇരുത്തും? ആ പെങ്കൊച്ചിനെ അവൻ ആരെയാണോ കെട്ടാൻ നിശ്ചയിച്ച് കെട്ടിക്കൊണ്ടു വന്നത്, കെട്ട് കഴിയുമ്പോൾ അവൻ ഇരുത്തുന്നത് അവളെ ഇരുത്തും. ഇനി കേട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. ആരെ ആ കാറിൽ കയറ്റിയില്ലല്ലേ? അവൻ്റെ അടുത്ത് ഇരുത്താൻ ആരെയും കേട്ടില്ല. അവനെല്ലാം കെട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി മുറ്റത്ത് നിൽക്കുമ്പോഴേ പ്രാർത്ഥന നടത്തത്തില്ലേ? പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് അവളെ കൊണ്ടുപോകും. അപ്പോഴാണ് തലേദിവസം കരിക്കലം കഴിയതും രാത്രി ഓടി നടന്നതും കല്യാണം വിളിച്ച് അപ്പനും അമ്മയും കൂടെ കയറാൻ പറ്റുമോ? പറ, നിങ്ങൾ സത്യമായിട്ട് പറ, കയറാൻ പറ്റുമോ? പിന്നെ ആരും മാത്രമേ ഇതിനകത്ത് കയറൂ. രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. ആ മണവാളൻ ചെക്കനോടുകൂടെ കയറിപ്പോയത് ആ മണവാട്ടി പെങ്കൊച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മണവാളനോടുകൂടെ ഇരുന്നതും മണവാട്ടി, സഞ്ചരിച്ചതും മണവാട്ടി, വീട്ടിൽ ചെന്നപ്പോൾ അവനും അവളും കൂടെ ഒരുമിച്ച് വീട്ടിനകത്ത് കയറിയതും മണവാളനും മണവാട്ടിയും, ഇനി പ്രാർത്ഥിച്ചതും അവർക്ക് വേണ്ടി, ഇനി അവൻ്റെ റൂമിനകത്തും അവൾ മാത്രമേ കയറിയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ആ പാവപ്പെട്ട പപ്പയും അമ്മയും കരഞ്ഞ യാത്ര അയച്ച് അവരെ കൂടെ കയറ്റിയോ? എന്താ കയറ്റാത്തേ? അവരല്ലേ കല്യാണം വിളിച്ചതും എല്ലാ സാധനങ്ങളും ചെയ്തും 10-25 ലക്ഷം രൂപയ്ക്ക് കാറ് കൊടുത്തതും വീട് കൊടുത്തതും ബംഗ്ലാവ് കൊടുത്തതും എല്ലാം അവരല്ലേ? പിന്നെ അവരെയും കൂടെ ഇപ്പം വെച്ച് കേട്ടണ്ടേ? കേട്ടത്തില്ല. എൻ്റെ അപ്പനായാലും ശരി, അമ്മയായാലും ശരി, നീ പുറത്ത്. വിവാഹമാകുമ്പോൾ ഞാൻ അവനോട് കൂടെ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഇത് ചിരിച്ചു കളയാനുള്ള അടുത്ത ആശയം വരുമ്പോൾ മനസ്സിലാവും. ഇത് ചിരിച്ചു കളയാനുള്ളതല്ല. നീ പുറത്ത്, നീ കോടികൾ എനിക്ക് തന്നാലും, അപ്പ, അമ്മ, പപ്പ, അച്ഛ, നിങ്ങൾ കോടികൾ സമ്പാദിച്ച് എനിക്ക് തന്നാലും ശരി, എൻ്റെ ആൺമ മണവാളൻ വരുമ്പോൾ ഈ കോടികളെ ഇട്ടിട്ട് ഞാൻ മണവാളനോടൊപ്പം പോകും. എനിക്ക് അപ്പനല്ലേ സമ്പാദിച്ചു തന്നത്, അമ്മയല്ലേ സമ്പാദിച്ചു തന്നത്, അതുകൊണ്ട് കൂടെ കാറ്റിൽ കയറ്റത്തില്ല. മണവാളൻ്റെ മുറിക്കകത്തും കയറ്റത്തില്ല. മണവാട്ടിക്ക് മാത്രമേ കയറാൻ പറ്റൂ, മണവാട്ടിക്ക് മാത്രമേ അവനോടുകൂടെ പോകാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ രാജാതിരാജാവ് മണവാളനായി വരാൻ സമയമായി. ഈ ഭൂമിയിൽ സത്യവേദ പുസ്തകത്തിലെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന മണവാട്ടിക്ക് മാത്രമേ യേശുവിന്റെ കൂടെ കയറി യേശുവിന്റെ അടുത്തിരുന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ. അമ്മ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു, അമ്മ കയറി പോവോ? അമ്മ യേശു ഇല്ല, മണവാട്ടി അല്ലെങ്കിൽ പോകത്തില്ല. അപ്പൻ എല്ലാ സാഹചര്യം ചെയ്തു കൊടുത്തു. അപ്പൻ കയറി പോകണമെങ്കിൽ അപ്പനും ആരാകണം? മണവാട്ടി ആകണം. അമ്മയും മണവാട്ടി ആകണം. ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന പൈതലും മാത്രമേ എവിടെ പോകൂ? സ്വർഗ്ഗത്തിൽ
സ്വർഗത്തിൽ പോകും. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. വായിച്ചേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എങ്ങനെ മരിച്ചത്? പറ, എങ്ങനെ മരിച്ചത്? ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് പാപത്തെ ജയിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ആൾക്കാർ കളിയാക്കി, നീ എന്തിനടേ സ്നാനപ്പെട്ടില്ല അന്ന്? നീ എന്തിനിപ്പോ വെള്ളത്തിനകത്ത് മുങ്ങാൻ പോയത്? കളിയാക്കിയില്ലേ? പരിഹാസമല പോലെൻ്റെ ജീവനെ മൂടിയിടുമ്പോൾ, പഴിതുഷിയേറുമ്പോൾ, ലോകം വെറുക്കുമ്പോൾ എനിക്കാശ്രയം. പഴിതുഷിയേറുമ്പോൾ, ലോകം വെറുക്കുമ്പോൾ കാൽവരി എനിക്കാശ്രയം. നിങ്ങൾ സ്നാനപ്പെടാൻ ഇറങ്ങുമ്പോണ്ടല്ലോ, ഒരു കൂട്ടം പേർ നിങ്ങൾ കളിയാക്കും, ഒരു കൂട്ടം പേർ ചിരിക്കും. നീ അന്ന് സ്നാനപ്പെട്ടല്ല, പിന്നെ എന്തിനാ ഇപ്പോൾ പോയേ? ഹല്ലേലൂയ. യേശു ഏറ്റ സ്നാനം ഏത് സ്നാനമാണ് സ്നേഹിതരെ? അതാണ് സത്യസ്നാനം. സ്നാനം ഒന്നേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട് യേശുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിനകത്ത് സ്വീകരിച്ച്. അപ്പോൾ ഇതെന്നെ കണ്ടല്ലറിയാം. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു. എന്തോന്ന്? മാവിൽ ചക്ക കായ്ക്കത്തില്ല, മാവിൽ മാങ്ങയെ കായ്ക്കൂ. രക്ഷകനായി സ്വീകരിച്ച പിള്ളയിൽ നിന്ന് വരുന്ന ഫലം ഏതാ? പറ. ക്രിസ്തുവിൻ്റെ ഫലം. ക്രിസ്തുവിൻ്റെ ഫലം വരുന്നെങ്കിൽ ഉറപ്പായിട്ട് ചങ്കത്ത് കൈവച്ച് പറയാം, ഞാൻ യേശുവിൻ്റെ പിള്ളയാ, ഞാൻ യേശുവിൻ്റെ പിള്ളയെ. കണ്ടോ? അതാ രക്ഷ. രക്ഷിക്കപ്പെട്ട് അടുത്ത് മാനസാന്തരപ്പെട്ട് പാപത്തെ മുഴുവൻ എങ്ങനെ ധരിച്ച് ഒരുങ്ങിയിരിക്കണം? നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ആ ബ്യൂട്ടി പാർലറിൽ പോയി 2-3 ആഴ്ച തുടർമാനമായിട്ട് പോകണം. കാരണം കർത്താവ് ഇഷ്ടപ്പെടണ്ടേ? അതുകൊണ്ട് തുടർമാനമായിട്ട് പോയി ലിപ്റ്റിക്ക് ഇട്ട്, ചാന്തുപൊട്ടൊക്കെ ഇട്ട്, ഹൈബ്രോയൊക്കെ ഇട്ട്, കൺമഷിയൊക്കെ ഇട്ട്, നല്ല രീതിയിൽ പൊട്ടൊക്കെ ഇട്ട്, നല്ല രീതിയിൽ ഒരുങ്ങി എങ്ങനെയെല്ലാം ഒരുക്കാൻ പറ്റുമോ അങ്ങനെ ഒരുങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ എപ്പോൾ യേശു വരുമെന്ന് അറിയത്തില്ല. അതാണോ അർത്ഥം? അല്ല, പിന്നെ എങ്ങനെ? നിന്റെ പുറമേയുള്ള ചാന്തുപൊട്ടിൻ്റെ ഒരുക്കമല്ല, ആകം പാപത്തെ ജയിച്ച് ക്രിസ്തുവിന്റെ വചന പ്രകാരം, ക്രിസ്തുവിന്റെ വചനം എന്ത് പറയുന്നു അതായിരിക്കണം ഒരുക്കം, അതായിരിക്കണം ജീവിതം. ഉപേക്ഷിക്കേണ്ട പാപസ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ വചനത്തിൽ എന്തെന്നോട് പറയുന്നു ആ വചനപ്രകാരം ഞാൻ ജീവിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ നിറഞ്ഞ ക്രിസ്തുവിന്റെ ജീവിതം എന്നിലൂടെ ജീവിക്കുമ്പോൾ അവൾ ഒരുങ്ങി നടക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോയ ഒരുക്കമല്ല ഇത് വേറെ ഒരു ഒരുക്കമല്ല. ഈ ലോകത്തിന്റെ ഭൗതികമായ ഒരു ഒരുക്കമല്ല. ദൈവവചനപ്രകാരം ഒരു വ്യക്തി പാപത്തെ വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ജീവിതമാണ് ഒരുക്കം. ആ ഫലത്താൽ അറിയാം ദൈവത്തിന് സ്തോത്രം. അപ്പോ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും, ഒരുങ്ങിയിരിക്കണം. അത് കഴിഞ്ഞ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചു, എങ്ങനെ വരും? കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ഒന്നാമത് ക്രിസ്തുവിൽ മരിച്ചവർ. ഈ ഭൂമിയിൽ ഇന്ന് വരെ ജീവിച്ച് ക്രിസ്തുവിനായിട്ട് ജീവിച്ച്, ഒരുപക്ഷെ അടിയും വെട്ടുമൊക്കെ കിട്ടിയായിരിക്കും മരിച്ചത്, പക്ഷെ ക്രിസ്തുവിനായിട്ട് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട കല്ലറകൾ ആദ്യം പൊട്ടിത്തുറക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ സംഭവിക്കുന്നത്? യേശു ഇന്ന് രാത്രി വന്നിരിക്കട്ടെ, ഈ ഗ്രൗണ്ടിൽ നമ്മൾ ഇരിക്കുകയാണ്, ഈ ദേശത്ത് ഈ ശബ്ദ പരിധിക്കുള്ള അനേകർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി യേശു വന്നാൽ ആരാണ് ആദ്യം ഉയർക്കുന്നത് ചോദിച്ചാൽ, ഇതുവരെ ജീവിച്ച് കർത്താവിനായി കാത്തിരുന്ന് കർത്താവിനെ കാണാതെ മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധന്മാർ കല്ലറകൾക്കകത്ത് നിന്ന് കല്ലറകളെ പൊട്ടിത്തുറന്ന് മറ്റൊരു ശരീരം പ്രാപിച്ച് ചാടി എഴുന്നേൽക്കും. യേശു എങ്ങനെ പുറത്തു വന്നുവോ, യേശുവിന്റെ കല്ലറക്കകത്ത് നിന്ന് 3-ാം നാൾ യേശു ക്രിസ്തു എങ്ങനെ പുറത്തു വന്നുവോ, അതുപോലെ മരിച്ച സകല വിശുദ്ധന്മാരും മറ്റൊരു ശരീരം പ്രാപിച്ച്, മരിച്ചത് കാലില്ലാതായിരിക്കുക, മരിച്ചത് കൈയില്ലാതായിരിക്കുക, മരിച്ചത് ജീർണിച്ചായിരിക്കുക, മരിച്ചത് കണ്ണ് നഷ്ടപ്പെടാതിരിക്കുക, മരിച്ചത് സകല രോഗങ്ങൾ ബാധിച്ചായിരിക്കുക, എന്നാൽ എഴുന്നേറ്റ് വരുന്നത് രോഗമില്ലാത്ത, ഒരു പിശാചിനും തൊടാൻ പറ്റാത്ത, രോഗത്തിന് തൊടാൻ പറ്റാത്ത, ഒരു ബുദ്ധിമുട്ടും വരാത്ത മറ്റൊരു ശരീരം പ്രാപിച്ച് കല്ലറ വിട്ട് പുറത്തു വരും. നിങ്ങൾക്ക് എത്രവർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സമയത്ത് 8:30 മണിയായി, 8:44 ഇപ്പോഴാണ് എൻ്റെ യേശുവിൻ്റെ വരവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, ഈ മുഴു ലോകത്തിലും എവിടെയെല്ലാം വിശുദ്ധന്മാരുടെ കല്ലറകളുണ്ടോ, കല്ലറകളിലേക്കല്ല ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങിച്ചെല്ലും. വിശദീകരിക്കാൻ സമയം പോരാ. ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങിച്ചെല്ലുകയും കല്ലറയ്ക്കകത്ത് ക്രിസ്തുവിനായി കാത്തിരുന്ന് ക്രിസ്തുവിൽ ജീവിച്ച് ഫലം കായ്ച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധന്മാർ വർഷങ്ങളോളായവരാണ്. അവര് ആ സ്പോട്ട് ടൈമിൽ
ആമേൻ. ശ്രദ്ധിച്ചേ, ആ കർത്താവിൻ്റെ വരവിൽ അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പോയ ഒരു വിശുദ്ധൻ അടക്ക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എന്താ സംഭവിക്കുക? കല്ലറയ്ക്കകത്ത് വെക്കാതെ തന്നെ ആള് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എത്രക്ക് വെളിപ്പെട്ടു? എത്രക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്ര വീടുകൾ തെറിക്കുമെന്നറിയാമോ? വീട്ടിനകത്ത് എത്ര വിശുദ്ധന്മാർ അടക്കം ചെയ്തിട്ടുണ്ട്. എത്ര റോഡുകൾ തെറിക്കുമെന്നറിയാമോ? എത്ര റെയിൽവേ പാളത്തിനകത്ത് വിശുദ്ധന്മാരുണ്ട്. റെയിൽവേ പാളം തെറിപ്പിച്ചിട്ട് യേശുവിന്റെ കല്ലറ പൊട്ടി തുറന്നത് പോലെ എവിടെയാണോ വിശുദ്ധൻ അടക്കം ചെയ്തത്, ആ വിശുദ്ധൻ മറ്റൊരു ശരീരം പ്രാപിച്ച് മരണമെന്നതിന്റെ ജയം എവിടെ? മരണമെന്നതിന്റെ വിഷയമുള്ള എവിടെ? മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തത് പോലെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വിശുദ്ധൻ ഒന്നാമത് ഉയർക്കും. കടലിനകത്താണ് മരിച്ചതെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കടലിന്റെ പുറത്ത് നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? ചുടുകാട്ടിലാണ് മരിച്ചതെങ്കിൽ, കൊടും കാട്ടിലാണ്, വനത്തിനകത്താണ് മരിച്ചതെങ്കിൽ ആ വിശുദ്ധൻ ഉയർത്തെഴുന്നേറ്റ് വനത്തിൽ നിൽക്കും. പിന്നെ നടു റോഡിലാണെങ്കിൽ അവിടെ നിൽക്കും. എവിടെയാണോ മരിച്ചത് അവിടെ ഇപ്പോൾ ചാരമായി, ചാരത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റ മക്കളെ കർത്താവിൻ്റെ അടുത്ത് പോകുവാൻ തടസ്സപ്പെടുത്തി നിൽക്കുന്നതാണ് ദുഷ്ടമണ്ഡലങ്ങളുണ്ട്. ഇവയെ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇത് എല്ലാം എന്ത് ചെയ്യും? ശത്രു മാറിപ്പോകും. ഇവരെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന മക്കളെ തൊടാൻ കഴിയത്തില്ല. അടുത്ത് ദൈവത്തിന്റെ കാഹളം എന്തിനറിയാമോ? അങ്ങ് ഭൂമിയുടെ അങ്ങറ്റം ഇങ്ങറ്റം അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന വിശുദ്ധന്മാരെ ഒരിടത്ത് കൊണ്ടുവരാനാണ് ദൈവത്തിൻ്റെ കാഹളം. അങ്ങനെ മരിച്ചടക്കപ്പെട്ട സകല വിശുദ്ധന്മാരും മറ്റൊരു ശരീരം പ്രാപിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് വന്ന് കർത്താവിനോട് കൂടെ അങ്ങ് കയറിപ്പോകും. പിന്നെ ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് രാത്രിയാണ് യേശു വന്നാൽ, ഈ സമയത്താണ് യേശു വന്നാൽ, ഈ സമയത്ത് ഈ ഭൂമിയിൽ ഒരു രക്തപ്പുഴ ഒഴുകും. ഈ ഗ്രൗണ്ടിൽ എത്ര വിശുദ്ധന്മാരുണ്ടോ സെക്കൻഡ് കൊണ്ട്, ബോഡി നേരം കൊണ്ട് കസേരകൾ അവിടെ ഇട്ടിട്ട് ഈ ബോഡി ഒറ്റ സെക്കൻഡ് കൊണ്ട് മറ്റൊരു ശരീരം പ്രാപിച്ച് കർത്താവിൻ്റെ അടുത്ത് കയറിപ്പോകും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ട്രെയിനുകളിൽ 1000 പേര് ഇരുന്നിരിക്കട്ടെ, ട്രെയിനിൽ 1000 പേരുണ്ട്. ട്രെയിൻ ഓടിക്കുന്ന ആൾ വിശുദ്ധനെങ്കിൽ ട്രെയിൻ എങ്ങോട്ടെന്ന് അറിയത്തില്ല. വിശുദ്ധൻ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ട്രെയിനകത്ത് 5000 പേരുണ്ടെങ്കിൽ അതിൽ 2000 വിശുദ്ധന്മാരുണ്ട്. അതിൽ 2000 പേര് കാണത്തില്ല, ബസ്സിൽ കാണത്തില്ല. വീട്ടിനകത്ത് 2 പേര് ഒരുമിച്ച് കിടക്കും, ഒരാളിനെ കാണത്തില്ല, ഒരാളിനെ എടുത്തുകൊണ്ട് പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു സംഭവം ഈ ഭൂമിയിൽ സംഭവിക്കാൻ സമയമായി. എൻ്റെ യേശു ഒന്നാമത് വരേണ്ടത് മനുഷ്യനായിട്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞു സ്നേഹിതരെ. മനുഷ്യനായി യേശു വന്നു. ആമേൻ. 30-ാം വയസ്സ് വരെ യേശു പാപത്തിൽ ജനിച്ചില്ല, പാപത്തിൽ ജീവിച്ചില്ല. ആത്മാവിൽ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് 30-ാം വയസ്സിൽ യോർദാൻ നദിയിലിറങ്ങി സ്വത്രം വെള്ളത്താൽ സ്നാനമേറ്റ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് നേരത്തെ കേട്ടു സ്വർഗം തുറന്ന് ആത്മാവിനെ പ്രാപിച്ച് ശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷമാകുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ സകലമായ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ സ്വത്രം ഗോൽഗൊത്തായിൽ നമുക്ക് വേണ്ടി മരിച്ചു, യാഗമായി അടക്കപ്പെട്ടു. 3-ാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. മനുഷ്യനായി വന്നു, ഇപ്പോൾ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി ഇതാ പോവുകയാണ്. ശിഷ്യന്മാരുടെ മക്കളെ മറ്റൊരിടത്തും പോകരുത്. നേരത്തെ നമ്മൾ ഇവിടെ കേട്ടു, ഹല്ലേലൂയ, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം. ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരും കൂടെ നേരെ ഒലിവുമലയിൽ പോയി. ഇന്ന് രാത്രി ഞാൻ പറയാം, ഞാൻ പ്രസംഗിക്കുന്ന ഒലിവുമല കള്ളമല്ല. ഇന്നും ആ ഒലിവുമല ഒരുങ്ങി കിടക്കുന്നുണ്ട്. യേശുവിന്റെ പാദം ഉറച്ചു നിന്ന് കയറിപ്പോയ ഒലിവുമല ഇന്നും അതുപോലെ ഒരുങ്ങി കിടക്കുന്ന യേശുവിന്റെ കാലുകൾ ചവിട്ടാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അല്പ സ്പീഡ് കൂടിയാലും നിങ്ങൾ ക്ഷമിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണമേ സ്നേഹിതരെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശു ക്രിസ്തു ഒലിവ് മലയിൽ നിന്ന് ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് ഇതാ യേശു ക്രിസ്തു കയറി പതുക്കെ 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 പോകുമ്പോൾ ശിഷ്യന്മാർ കാല് കാണുകയാണ്, പാദം കാണുകയാണ്. ഒലിവ് മലയിൽ നിന്ന് പാദം പതുക്കെ 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 കയറുമ്പോൾ ആണിപ്പെടുത്തേറ്റ ഹോളുകൾ. ഈ കാല് മറയുന്നത് വരെ ശിഷ്യന്മാർ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ദൂതന്മാർ വിളിച്ചു പറയുകയാണ്, ഏയ് അല്ലയോ ഗലീലയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും വരും. ഇത് പറഞ്ഞു സ്തോത്രം. ശിഷ്യന്മാർ തിരിച്ചുപോയി. ആമേൻ. എന്നാൽ യേശു ക്രിസ്തു മനുഷ്യനായി വന്നു, മരിച്ചു അടക്കപ്പെട്ട് മുകളിലേക്ക് പോകുമ്പോൾ യേശു പറഞ്ഞു, മക്കളെ ഞാൻ വീണ്ടും വരും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 വാക്യം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും. ആമേൻ. യേശു എവിടെ പോയി? മനുഷ്യനായി വന്നു. ഇനി രണ്ടാമത് വരേണ്ടത് എങ്ങനെയായിട്ടാണ്? ആമേൻ. ആരായിട്ട് വരണം? ആമേൻ. മണവാളനായിട്ട് വരണം. ഒന്നാമത് യേശു വന്നു എങ്ങനെ വന്നു? മനുഷ്യനായി വന്നു. രണ്ടാമത് ഇനി എങ്ങനെ വരണം? മണവാളനായി വരണം. മണവാളൻ തരുന്ന വചനപ്രകാരം മണവാട്ടി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, ഒരുങ്ങി കാത്തിരിക്കുന്നെങ്കിൽ അവളെ സ്വീകരിക്കാനാണ് ഈ മണവാളൻ മധ്യാകാശം വരുന്നത്. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാം വചനം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിച്ചേ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ ആർക്ക് വേണ്ടി? കാത്തു നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പാപം കൂടാതെ വരുന്നത്. എല്ലാരും കൊണ്ടുപോകാനല്ല സ്നേഹിതരെ. പാപത്തെ വിട്ടുതിരിഞ്ഞ്, പാപത്തെ കളഞ്ഞ് ക്രിസ്തുവിന്റെ മണവാട്ടിയായി രക്ഷിക്കപ്പെട്ട്, മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ഫലമുള്ള മക്കളായി ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന, ക്രിസ്തുവിൽ ജീവിക്കുന്ന ആളിലെ കള്ളത്തനവും കപടവും വലിച്ചുപേക്ഷിച്ച്, കപട വേഷങ്ങളെ വലിച്ചു കയറി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന തന്റെ മണവാട്ടിക്ക് വേണ്ടിയാണ് മണവാളനാകുന്ന യേശു മധ്യാകാശം വരുന്നത്. കർത്താവ് വരുമ്പോൾ ഒന്നാമത് ക്രിസ്തുവിൽ മരിച്ചവർ എഴുന്നേൽക്ക് വരും. രണ്ടാമത് ക്രിസ്തുവിനായി കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഈ നിമിഷമാണ് യേശു വരുന്നതെങ്കിൽ ഇതിനകത്തിരിക്കുന്ന എത്ര പേർ വിശുദ്ധന്മാരുണ്ടോ അവർ മറ്റൊരു ശരീരം പ്രാപിച്ച് കർത്താവിനോടൊപ്പം കയറി പോകും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, രണ്ടുപേർ ഒരുമിച്ച് കിടക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം മുതൽ ടക്കനെ വായിച്ചു പോയേ. അതുപോലെ 1 യോഹന്നാൻ 3-ാം അധ്യായം 1, 2, 3 വായിച്ചേ. മത്തായി 24-29 മുതൽ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചു കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങൾമേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി രൂപമടിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ, ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ യേശു വരാറായി പ്രിയരേ. അടുത്ത വരി. കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അടുത്ത വരി. ഇതൊക്കെ സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ലോകം എന്തൊക്കെ സംഭവിച്ചാലും ശരി, ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം ഇല്ല. അടുത്ത വാക്യം വായിച്ചേ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗ്ഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അടുത്ത നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. അന്നുണ്ടല്ലോ കർത്താവിന്റെ വചനം പറഞ്ഞ ആരും അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ ആരും അറിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം നോഹയുടെ കാലം നമുക്കറിയാം. ഹല്ലേലൂയ. ഇതാ ജലപ്രളയം വരാൻ പോകുന്നു പ്രസംഗിച്ചുല്ലേ? ആര് കേട്ടു? ആ കുടുംബം മാത്രം കേട്ടൂലേ? അവർ കുടുംബം മാത്രം രക്ഷപ്പെട്ടു. ഇതാ യേശുവരാറായി എന്ന് എത്രയോ ദിവസങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് നമ്മളോട് വിളിച്ചു പറയുമ്പോൾ, സ്നേഹിത സഹോദര, മാറ്റി വെക്കല്ലേ. കാലം നീട്ടരുത്. അപ്പന്റെ വരവ് ആസന്നമായി. പാപത്തെ വിട്ടുതിരിഞ്ഞ്, ലോക സ്നേഹം വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിന്റെ മകളായി മാറിക്കൂടെ? ഇന്ന് രാത്രി വേറെ ഒരാളുമില്ല രക്ഷകൻ യേശു മാത്രം. മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമം. ആ യേശുവിന്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് സത്യവചനപ്രകാരം ആമേൻ വിദേശത്ത് പോകുമ്പോൾ എന്തെല്ലാം കുറെ കാര്യങ്ങൾ നമുക്ക് വേണം. വിദേശത്ത് പോകണമെങ്കിൽ നമ്മൾ പോകും പോലെ പോയാൽ അവിടെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ
യേശുവിന്റെ രഹസ്യവരിൽ കയറി പോകണമെങ്കിൽ മണവാട്ടിക്ക് ചില ക്വാളിറ്റികൾ വേണം. ആ വചനത്തിനകത്തുണ്ടത്. വചനപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകണം. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, യേശു വരാറായി. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു സംഭവം ഈ ഭൂമിയെ നടുക്കാൻ പോകുന്നു. ഇന്ന് വരെ പത്രവാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത വലിയ ഒരു വിഷയം ഈ ഭൂമിയെ നടുക്കാൻ പോകുന്നു. ലോകം കിടുകിട വിറയ്ക്കാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി സ്നേഹിത, താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയോ? അടുത്ത വാക്യം വായിച്ചേ. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും. എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. പെട്ടകത്തിൽ കിടക്ക്, യേശു വരാറായി, പാപം വിട്ടുതിരി, ഈ സ്വഭാവം വേണ്ട. കേട്ടില്ല. ജലപ്രളയം സകലത്തെ മുക്കുന്നത് വരെ ഇവരനുസരിച്ചില്ല. എന്നാൽ അനുസരിച്ചവർ മാത്രം ആ പെട്ടകത്തിനകത്ത് കടന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും മറ്റു ജോലിയില്ലാത്തോണ്ടാണെന്ന്. ഇല്ല, ഈ ശബ്ദം ജോലിയില്ലാത്തോണ്ടല്ല. ഇത് നസ്രായന്റെ ജീവനുള്ള വചനമത്രേ. ഇത് ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞാലും ഈ തിരുവചനം നടന്നേ തീരൂ. അടുത്ത വാക്യം വായിച്ചേ. വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അടുത്ത ജലപ്രളയം വന്ന് എല്ലാവരും നീക്കി കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അടുത്ത് മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. അങ്ങനെ തന്നെയാകും. അടുത്ത് അന്ന് രണ്ടുപേർ വയലിലിരിക്കും. രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ആരെയാ കൈക്കൊള്ളുന്നത്? യേശുവിനെ കണ്ടുമുട്ടി യേശുവിൽ ജീവിക്കുന്ന മക്കളെ കർത്താവ് കൈക്കൊള്ളും. നോക്കിയേ, വീട്ടിനകത്ത് 5 പേരുണ്ടെന്നിരിക്കട്ടെ. 5 പേർ 2 പേർ യേശുവിനെ കണ്ടുമുട്ടി രക്ഷിക്കപ്പെട്ട് വചനപ്രകാരം ജീവിക്കുന്ന മക്കളാണെങ്കിൽ 3 പേരുടെ നടുവിൽ 5 പേര് കിടന്നുറങ്ങും. പക്ഷെ 2 പേര് എടുക്കപ്പെടും. വയലിൽ 2 പേരിരിക്കും. കർത്താവിനെ കണ്ടുമുട്ടിയ പൈതൽ കയറി പോകും. മറ്റേയാൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളെ കാണാനില്ല. ബസ്സിനകത്ത് 1000 പേരിരിക്കും. അതിൽ രക്ഷിക്കപ്പെട്ടവർ കയറി പോകും. കർത്താവിനെ കണ്ടുമുട്ടിയവർ കയറി പോകും. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കും. ട്രെയിൻ അപകടത്തിൽ പെടും, ബസ് അപകടത്തിൽപ്പെടും, ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടും. ആണെങ്കിൽ ഭയങ്കര ഒരു രക്തച്ചൊരിച്ചിൽ ഭൂമിയിൽ ഉണ്ടാകും. ട്രെയിനുകൾ അവിടെ അപകടപ്പെട്ട് തകർന്നു പോകും. വീട്ടുകാരെല്ലാം റിപ്പോർട്ട് ചെയ്യും, എൻ്റെ വീട്ടിൽ ഇത്ര പേരെ കാണാനില്ല. കല്യാണ വീട്ടിൽ 5000 പേര് കൂടി, അവിടെ 2500 സീറ്റ് ഒഴിഞ്ഞു. കാരണം അത്രയും പേരും കർത്താവിൻ്റെതായിരുന്നു. അവർ കയറിപ്പോയി. ഈ ജനം എവിടെ പോയെന്നറിയത്തില്ല, എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഒരു വലിയൊരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പോകുന്നു. ഇതാ TV മാധ്യമങ്ങളിൽ, വാർത്താ മാധ്യമങ്ങളിൽ ഒരു തരംഗമായി മാറാൻ തുടങ്ങുന്നു. ഇത്ര പേരെ കാണാനില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കൾ രക്ഷിക്കപ്പെട്ട ആളാണോ? യേശുവിനെ കണ്ടുമുട്ടിയോ? ഇന്ന് രാത്രി യേശു എന്നാൽ താങ്കൾ പോകുമോ? ദൈവത്തിന് സ്വത്രം. ഇന്ന് രാത്രി യേശു വന്നാൽ എത്ര പേർ കയറി പോകും? ഇന്ന് രാത്രി എത്ര പേർ ഒരുക്കത്തോടിരിക്കുന്നു? എത്ര പേർ ഈ നിമിഷം വന്നാലും അപ്പാ ഓക്കെ ആമേൻ കർത്താവേ വേഗം വരണമെന്ന് എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും? ഇന്ന് വന്നാലും ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ പോകുമെന്ന്. 2 പേർ വയലിരിക്കും. ഒരാളിനെ ചേർക്കും, ഒരാളിനെ തള്ളിക്കളയും. അടുത്ത വരി. 2 പേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. അടുത്ത നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ. എപ്പോ വരുന്നെന്ന് അറിയത്തില്ല, ഉണർന്നിരിക്കണം. എപ്പോ വേണോ വരാം, ഏത് സമയത്ത് വേണോ വരാം. ഇന്ന് രാത്രി വചനപ്രകാരം ജീവിച്ച് ഉണർന്നിരിക്കണം. പാട്ടുകാരൻ പാടി, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. അപ്പാ ഈ തിരുവചന ദേശത്തോട്, ഈ കടന്നു വന്ന ജനത്തോടൊന്ന് ആഴത്തിൽ ഇടപെടണേ അപ്പാ. ഒന്ന് ആഴത്തിലൊന്ന് ഇടപെട്ടെങ്കിൽ, ആഴത്തിലൊന്ന് സംസാരിച്ചെങ്കിൽ, ആഴത്തിലൊന്ന് ഇറങ്ങിയെങ്കിൽ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പൈതലേ, യേശു ഇന്ന് രാത്രി വന്നാൽ താങ്കൾ കയറി പോകുമോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇത്രയും സ്നേഹം തന്നിട്ടും ഈ സ്നേഹത്തെ തള്ളിക്കളയല്ലേ ജീസസ്. അടുത്ത വരി. അങ്ങനെ തന്നെ നാം ആകുന്നു. അടുത്ത് ലോകം അവനെ അറിഞ്ഞിട്ടില്ലായികൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ അതുപോലെ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാർ
ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആരെ പോലെ ഇരിക്കും? യേശുവിനെ പോലെ. ഇവിടെ ജീവിച്ചിരിക്കുന്ന മക്കൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് രൂപാന്തരപ്പെട്ടു പോകുമ്പോൾ ആരെ പോലെ ഇരിക്കും? നമ്മളെ പോലെയാണോ ഇരിക്കുന്നത്? അവനെ ആരെ പോലെ? യേശുവിനെ പോലെ. ശാലംപുര ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ? ശാലംപുര ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത സഹോദര സഹോദരി, മറ്റൊരു ശരീരം പ്രാപിച്ച് യേശുവിനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നവർ ആകൊണ്ട് യേശുവിനെ പോലത്തെ ശരീരം പ്രാപിച്ച് നമ്മൾ ഈ ഭൂമി വിട്ട് എടുക്കപ്പെടും. ഇന്ന് രാത്രി യേശു വന്നാൽ സ്നേഹിത താങ്കൾ കയറി പോകുമോ? സഹോദരി താങ്കൾ കയറി പോകുമോ? പ്രിയ പൈതലെ താങ്കൾ കയറി പോകുമോ? ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ യേശുവിന്റെ ശബ്ദം കേൾക്കുമോ? താങ്കൾ കയറി പോകുമോ? ആ യേശുവിന്റെ അടുക്കലേക്ക് കയറി പോകുമോ? യേശു വന്ന് വിളിക്കും, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ കയറി വരുവേൻ. അങ്ങനെ വിളിക്കുമ്പോൾ ഒന്ന് കല്ലറയ്ക്കുള്ള വിശുദ്ധന്മാരെല്ലാം കയറി പോകും. രണ്ട് ജീവനോടെ ശേഷിക്കുന്ന നമ്മളെല്ലാം കയറി പോകും. യേശുവിന്റെ അടുക്ക് കയറിപ്പോയി എത്ര വർഷം? യേശുവിനോടുകൂടെ നമ്മൾ എത്ര വർഷം താമസിക്കും? 7 വർഷം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ എന്ത് സംഭവിച്ചു? കർത്താവിന്റെ വരവ് നടന്നു, കർത്താവ് വന്നു, വിശുദ്ധന്മാരെല്ലാം എവിടെ പോയി? പറ, എവിടെ പോയി? സ്വർഗത്തിൽ കയറിപ്പോയി. യേശുവിനോട് കൂടെ കയറിപ്പോയി. കയറിപ്പോയപ്പോ ഈ മുഴുവൻ ലോകവും ഒരു എതിർ ക്രിസ്തു ഭരിക്കും. വാങ്ങുവാനോ വിൽക്കുവാനോ പറ്റാത്തൊരു കാലഘട്ടം, 666 മുദ്ര വെക്കുന്ന കാലഘട്ടം, ഇന്ന് വരെ ഇല്ലാത്ത ഒരു കാലഘട്ടം. സ്വത്രം നേരത്തെ കേട്ടതുപോലെ സമാധാനമെന്ന് പറഞ്ഞ് മനുഷ്യരെ പിച്ച് ചീതുന്ന കാലഘട്ടം. ഗവൺമെന്റ്, എതിർ ക്രിസ്തുവിന്റെ ഗവൺമെന്റ് സകല സമ്പത്തും കണ്ടുകെട്ടുന്ന ഒരു കാലഘട്ടം ഈ ഭൂമിയെ നടക്കാൻ പോകുന്നു. 2 കൊരിന്ത്യർ 6:2 വായിക്കുമ്പോൾ, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാസമയം, കൃപയുടെ കവാടം അടയും മുമ്പ് സ്നേഹിത സഹോദര പാപം വിട്ടുതിരിഞ്ഞ് ദൈവവചനപ്രകാരം മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35-ാം വാക്യം മുതൽ. എല്ലാവരും എടുത്തേ വേദപുസ്തകം. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം. അനേകം ചോദിക്കും, മരണം കൊണ്ടങ്ങ് തീർന്നു, ഒന്നും നടക്കത്തില്ല എന്ന്. ഇല്ല സ്നേഹിതരെ, ഉയർക്കും, ഉറപ്പായിട്ട് ഉയർക്കും. അടുത്തവരി ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നു ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. അടുത്തവരി ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനെ അതിന്റെ ശരീരവും കൊടുക്കുന്നു. അടുത്തവരി സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. അടുത്ത മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. മനസ്സിലായോ? സ്വർഗീയ ശരീരമുണ്ട്, ഭൗമ ശരീരവും. സ്വർഗീയ ശരീരത്തിന് എവിടെ പോകാൻ പറ്റൂ? കണ്ടോ, ഈ ശരീരം അവിടെ പോകത്തില്ല. പിന്നെ സ്വർഗീയന്റെ ശരീരം പ്രാപിച്ചാൽ അവിടെ പോകാൻ, അവിടെ വേറെ ഭാഷയാണ്, ഇവിടുത്തെ ഭാഷയല്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഭാഷ സംസാരിക്കും. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസിന്നാളല്ല, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസിന്നാളല്ല, നന്ദിയോടടിവണങ്ങും, കുഞ്ഞാട്ടി തീരും രക്തത ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതി. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരം ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നതുവല്ലോ. അടുത്ത് ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. കണ്ടോ, യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി വന്നു. ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആദാമായി വന്നു. അടുത്ത വരി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. അടുത്ത വരി. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. അടുത്ത ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന എല്ലാം? ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. അടുത്ത ഞാൻ ഇപ്പൊ മണ്ണ് കൊണ്ടുള്ള ആളാണ്, പക്ഷെ ഇനി ഈ മണ്ണ് പോകും.
അടുത്ത വരി വായിച്ചേ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ അടുത്ത മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. അടുത്ത് നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ. ഇപ്പൊ ആരെ പ്രതിമ ധരിച്ചിരിക്കുന്നത്? യേശുവിനെ പോലെ നമ്മൾ ആക്കിയല്ലേ? കർത്താവിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ആണോ? അല്ലേ? ഹല്ലേലൂയ. കർത്താവിന്റെ രൂപത്തിലും കർത്താവിന്റെ സാദൃശ്യത്തിലും നമ്മൾ ആക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇനി ഇപ്പൊ മണ്ണാണ്. നമ്മൾ ഈ മനുഷ്യ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങി പോകും. പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് മടങ്ങി പോകൂലേ? പക്ഷേ കർത്താവ് പറയുന്നു മണ്ണ് കൊണ്ടുള്ള ശരീരം ധരിച്ചതുപോലെ. അടുത്ത വരി, സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്വർഗീയന്റെ പ്രതിമ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് വെളിപ്പെട്ടോ കാര്യം? സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. മറ്റൊരു ആളായി രൂപാന്തരം വിട്ട് ഇവിടുന്ന് പോകും. നിങ്ങൾക്ക് വെളിപ്പെട്ട ആ വചനം അതുകൊണ്ടാണ് ഞാൻ വായിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. മണ്ണ് കൊള്ളുള്ളവന്റെ പ്രതിമ നമ്മൾ ധരിച്ചിരിക്കുക. ഒരു ദിവസം ഈ മണ്ണ് ഇവിടം വിട്ട് പോകും. കർത്താവിൻ്റെ അടുത്ത് കയറി പോകും. കർത്താവിൻ്റെ വരവ് കഴിഞ്ഞാൽ 7 വർഷം വിശുദ്ധന്മാരെല്ലാം ആരോടുകൂടെ? യേശുവിനോടുകൂടെ സ്വർഗത്തിൽ. അവിടെ സന്തോഷമാണ്, അവിടെ ആനന്ദമാണ്, അവിടെ പ്രതിഫലങ്ങൾ കർത്താവ് കൊടുക്കും. ആരൊക്കെയാണോ കർത്താവിൻ്റെ വരവിൽ കയറി പോകുന്നത്? യേശു കർത്താവ് മണവാളനായിട്ട് വരുമ്പോൾ ആരെല്ലാം മണവാട്ടിയെ കയറി പോകുമോ അവർക്ക് പ്രതിഫലങ്ങളുണ്ട്. 7 വർഷം സന്തോഷത്തോടെ സ്വർഗത്തിൽ ഞാനും എൻ്റെ യേശുവും വിശുദ്ധ സഭയും ഒരുമിച്ച് 7 വർഷം താമസിക്കുമ്പോൾ ഈ മുഴുലോകത്തെ ഒരു എതിർ ക്രിസ്തു ഭരിക്കും. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ആ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഭയാനകമായിരിക്കും. വാങ്ങുവാനോ വിൽക്കുവാനോ പറ്റാത്തൊരു കാലഘട്ടം. വെളിപ്പാട് പുസ്തകം 6:1 മുതൽ വായിക്കുമ്പോൾ ഒന്നിനും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കാലഘട്ടം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നു. അയ്യോ, വാങ്ങാൻ പറ്റാത്ത കാലഘട്ടം, കൂനിന്മേൽ കുരുവെന്ന് വണ്ണം, പ്രതികൂലങ്ങൾ നിറഞ്ഞ കാലഘട്ടം, പ്രശ്നം നിറഞ്ഞ കാലഘട്ടം, പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം. ഒന്ന് മാറുമ്പോൾ ഒന്ന് കിടക്കാൻ വീട് കിട്ടത്തില്ല. നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് എതിർ ക്രിസ്തുവിന്റെ ഗവൺമെന്റ് കണ്ടുകിട്ടുന്ന കാലഘട്ടം, ഭക്ഷണം കിട്ടാത്ത കാലഘട്ടം, മാരക രോഗം വന്നിട്ട് മരിക്കാത്ത കാലഘട്ടം, മരണം തേടി ഓടും. മരിച്ചാ മതി. അയ്യോ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇടി, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇടി. എതിർ ക്രിസ്തുവിന്റെ കരത്തിൽ വീണാൽ അയ്യോ ഭയാനകമാണ്. 6-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വചനം മുതൽ വായിച്ചേ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികൾ ഒന്ന് ഇടിമുഴക്കം പോലെ ഇടിമുഴക്കത്തോടെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അടുത്ത് അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായി പുറപ്പെട്ടു. അടുത്ത് അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നു ഞാൻ കേട്ടു. അപ്പോൾ ചുവന്ന മറ്റൊരു കുതിര പുറപ്പെട്ടു. ഇതിനെല്ലാം സാരമുണ്ട്. അടുത്ത വരി, അതിന്റെ പുറത്തിരിക്കുന്നവനെ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം. അടുത്ത 6-ാം വാക്യം വായിച്ചേ. ഒരു പണത്തിന് 1 ഇടങ്ങി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഭക്ഷണം കിട്ടാത്ത കാലഘട്ടം, ആഹാരമില്ലാത്ത കാലഘട്ടം, അലഞ്ഞു തിരിയുന്ന കാലഘട്ടം, എല്ലാം തീർന്ന് തകർന്ന് നശിച്ചു എന്ന് പറയുന്ന കാലഘട്ടം. ഈ രാത്രി സ്നേഹിത സഹോദര, എതിർ ക്രിസ്തുവിന്റെ കരത്തിൽ വീണുപോകരുത്. വെളിപ്പാട് പുസ്തകം 8:6 മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 6-ാം വചനം മുതൽ 7 കാഹളമുള്ള ദൂതന്മാർ ഇരുവരും കാഹള ഊതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങൾ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ആഹാര സാധനം കിട്ടാത്ത കാലഘട്ടം, കൃഷി നശിക്കുന്ന കാലഘട്ടം. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തള്ളപ്പെടല്ലേ. ഇന്ന് രാത്രി ഒരുങ്ങിയിരുന്നാൽ യേശുവിന്റെ വരവിൽ കയറി പോകാം, അല്ല എങ്കിൽ തള്ളപ്പെടും. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സ്നേഹിത സഹോദരി, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? യേശു വാതിക്കൽ നിൽക്കുന്നു. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി കുറവുകളെ ഉണർന്നാട്ടെ, തെറ്റുകളെ ഉണർന്നാട്ടെ. സത്യവചനം എത്ര വർഷം കൊണ്ട് കേട്ടിട്ടും പാപം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? ലോക സ്നേഹം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? ഇരുട്ടിന്റെ ശക്തികളെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? എത്രയോ പേർ താങ്കളോട് സുവിശേഷം പറഞ്ഞു രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാൻ, സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ. ഇന്നും ചവിട്ടി എറിഞ്ഞ മാന്യ സ്നേഹിത, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി താങ്കളെ ഇരു കരവും നീട്ടി യേശു സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഈ രാത്രി യേശുവിനായി ആ ഹൃദയത്തെ തുറന്നു കൊടുക്കാമോ? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. കടലിലുള്ള മീൻ കിട്ടുമോ? പിന്നെ മീനില്ല.
കൃഷിയുണ്ടോ? കൃഷിയില്ല. അടുത്ത വരി. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. എല്ലാം പോയി. കണ്ടോ? മത്സ്യം കിട്ടാത്ത കാലഘട്ടം. അടുത്ത് കപ്പലുകളിൽ 1/3 ഛേദം വന്നു. കപ്പലും ഛേദം വന്നു. അടുത്ത് മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികൾ 1/3 നീരുറകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. വെള്ളവും ഇല്ല, ആഹാരമില്ല, പച്ചക്കറിയില്ല, മീനില്ല, വെള്ളമില്ല, ഒന്നുമില്ല. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ വീണു പോകരുതേ. എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീണാൽ നമ്മൾ സ്വർഗത്തിലെത്താൻ പറ്റത്തില്ല സ്നേഹിതരെ. ഇന്ന് രാത്രി ഒരു പെൺകുട്ടി, വിവാഹമായ പെൺകുട്ടി എങ്ങനെ വീട്ടിൽ നിന്ന് ഒരുങ്ങി കാറിൽ കയറി വിവാഹ വേദിയിൽ പയ്യന്റെ അടുക്കൽ കയറി പോകുന്നതിന് തൊട്ട് മുമ്പ് അവൾ കാറിൽ നിറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങും അതുപോലെ നമ്മൾ ഒരുങ്ങിയിരിക്കണം. കാറിൽ ഇറങ്ങിയ പറയും, 1 മിനിറ്റ് കൂടെ ആകട്ടെ, ഒന്ന് തട്ടി ഈ ഫ്ലീറ്റ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ, ഇത്രേ കാണാനുള്ളൂ. അത്രയ്ക്ക് നമ്മൾ ഒരുങ്ങി കാത്തിരുന്നോളണം. നാളത്തേക്ക് മാറ്റി വെക്കല്ലേ. ഇനി എന്ന് ജീവിക്കാം, എന്ന് സ്നാനപ്പെടാം. അടുത്ത വർഷമാകട്ടെ, 2028 ആകട്ടെ. അതിനും ഇന്ന് രാത്രി യേശു വന്നാൽ, നാളെ യേശു വന്നാൽ, മറ്റന്നാ യേശു വന്നാൽ നിങ്ങൾ വീഴുന്നത് എതിർ ക്രിസ്തുവിന്റെ കരത്തിനകത്തായിരിക്കും. ഇന്ന് രാത്രി സ്നേഹിത, നിങ്ങൾ സ്നാനപ്പെട്ട ആളാണോ? പൈതലേ, നീ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ താങ്കൾ എവിടെ പോയി? ഇന്ന് രാത്രി ചിന്തിച്ചേ വീഴും. വെളിപ്പാട് പുസ്തകം 9-1 മുതൽ, നേരത്തെ വായിച്ച എല്ലാം വിട്ടു. വെളിപ്പാട് പുസ്തകം 9-1 മുതൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 6 മുതൽ വായിക്കണം. 9-1 മുതൽ വായിച്ചേ. 5-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പേരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ഇതൊക്കെ സംഭവിക്കും. അടുത്ത് പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. വെട്ടുക്കിളി പോലെ നടക്കാൻ പോയാ ഇന്ന് രാത്രി. അയ്യോ, വാങ്ങാനോ വിൽക്കാനോ വീട്ടിനകത്ത് കിടക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇല്ലാതെ എതിർ ക്രിസ്തുവിന്റെ കീട്ടിക്കൊണ്ട് ആട്ടും തുപ്പും കൊണ്ട് നമ്മുടെ വസ്തു പോകും, നമ്മുടെ വീട് പോകും, നമ്മുടെ സർട്ടിഫിക്കറ്റ് വിലയില്ലാതാകും, നമ്മുടെ ഗവൺമെന്റ് എല്ലാം എതിർ ക്രിസ്തുവിന്റെ ഗവൺമെന്റ് നമുക്കുള്ളതെല്ലാം കണ്ടു കിട്ടും. നമ്മുടെ കയ്യിൽ ഒരു പൈസ കാണത്തില്ല. പൈസ ഉണ്ടെങ്കിൽ സാധനം വാങ്ങാൻ പോയാൽ കിട്ടത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരാൻ പോകുന്നു. സ്നേഹിത, സഹോദര, സഹോദരി, ഇന്ന് രാത്രി എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീഴുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുട്ടുമടക്കി പറ, അപ്പാ ഇതാ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരണമേ. അപ്പാ, ഞാൻ അങ്ങേക്കായി ജീവിക്കാം. എൻ്റെ യേശുവേ, എന്നെ ഇന്ന് രാത്രി കാലം രക്ഷിക്കണമെന്ന് ഇന്ന് രാത്രി ആര് വിട്ടുകൊടുക്കും? സ്നേഹിതരെ, എല്ലാ പുസ്തകങ്ങളും മംഗളവും ബാലരമയും വായിക്കുന്ന ഒരു കഥ പുസ്തകമല്ല ഇത്. ഈ തിരുവചനം സത്യമത്രേ. ആകാശം മാറിയാൽ ഇത് മാറത്തില്ല. ഇന്ന് രാത്രി സ്നേഹിത, സഹോദര, നിന്റെ പാപം എവിടെ കൊണ്ടെത്തിക്കും? നിന്റെ ഈ ജീവിതം എവിടെ കൊണ്ടെത്തിക്കും? ഇത്രയും കാലം ദൈവം അവസരം തന്നില്ലേ എൻ്റെ അപ്പനെ കണ്ടുമുട്ടാൻ? എത്ര സുവിശേഷ യോഗങ്ങൾ കേട്ടു, എത്ര കൺവെൻഷൻ മെസ്സേജുകൾ കേട്ടു, എത്ര കാലം കൊണ്ട് താങ്കൾ പള്ളിയിൽ പോകുന്നുണ്ട്? സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മുട്ടുമടക്കിയിട്ടുണ്ടോ? രക്ഷയിലേക്ക് വന്നിട്ടുണ്ടോ? പാവം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടോ? കുറവുകളെ ഉണർന്നിട്ടുണ്ടോ? കീഴടങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി യേശു ചോദിക്കുന്നു, ഇന്ന് രാത്രി വന്നാൽ താങ്കൾ എവിടെ പോകും? മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് കപട വേഷങ്ങളെ ഉപേക്ഷിച്ച് ആമേൻ ക്രിസ്തുവിനായി നമുക്ക് ജീവിക്കാം. മത്തായി 25-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ 10 നേരത്തെ കേട്ടു, പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ അതിലൂടെ കേട്ടു. 10 കന്യകമാർ ഒരുങ്ങി കാത്തിരുന്നില്ലേ? 10 പേര് ഒരുങ്ങിയവരാണ്. 10 പേര് ഉണർന്നു, 10 പേര് എഴുന്നേറ്റു. എന്നാൽ 5 പേർ മാത്രമേ കർത്താവിനോട് കൂടെ പോയുള്ളൂ. 10 പേരും കന്യകയല്ലേ ആയിരുന്നു. പക്ഷെ 5 പേർക്ക് എണ്ണയില്ല, വിളക്കുണ്ടായിരുന്നു, എണ്ണയില്ല. ഇന്ന് രാത്രി ഞാൻ പള്ളി പോകുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് സ്നാനപ്പെടാതെ, അഭിഷേകം പ്രാപിക്കാതെ, ക്രിസ്തുവിന്റെ വചനാകത്തില്ലാതെ, ക്രിസ്തുവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിനകത്തില്ലാതെ, ഞാനും ഇന്ന ആളാ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ് നെറ്റിയിൽ ഒട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല, കർത്താവിന്റെ വരവിൽ പോകത്തില്ല. പാപ മനുഷ്യൻ യേശുവിനോട് കൂടെ ഗലാത്യർ 2:20 ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ യേശുവിനായി ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ യേശുവിനായി, മരിക്കുന്നുവെങ്കിൽ യേശുവിനായി. രക്ഷിക്കപ്പെടാത്ത പൈതലേ, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ അതാ തട്ടി വിളിക്കുന്ന യേശു നിന്റെ അരികത്ത് നിൽക്കുകയാണ്. നിന്റെ ഹൃദയത്തെ തട്ടി വിളിക്കുന്നുണ്ട്. മകനെ, മകളെ, ഈ സത്യസുവിശേഷം നീ സ്വീകരിക്കുമോ? നീ ഹൃദയത്തെ തുറന്നു കൊടുക്കുമോ? പാപം വിട്ടുതിരിയുമോ? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് അനേകർ പറയാറുണ്ട്, അയ്യോ നാണക്കേട് കൊണ്ടാ പോകാത്ത പള്ളിയിൽ, സത്യസന്ധമായിട്ട് ആരാധിക്കാത്ത കാര്യം എന്താ? നാണക്കേട്. പലതിനും നാണക്കേടാ. ദൈവത്തിന് സ്തോത്രം. എന്തോന്നാ നാണക്കേട്? ഇവിടെ വിട്ട് പോകുമ്പോൾ മനസ്സിലാവും നാണക്കേട് എന്തോന്നാണെന്ന്. ഹല്ലേലൂയ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത. ഇന്ന് ഭാര്യ മുറുകെ പിടിച്ചിട്ടുണ്ട്, ചേട്ടാ പോകരുത്, ചേട്ടാ സ്നാനപ്പെടല്ലേ,
അയ്യോ ഭർത്താവ് പിടിച്ചിട്ടുണ്ട്, നീ പോണ്ട നാണക്കേടാ. മക്കൾ പറയും പപ്പ അമ്മ ഞങ്ങൾക്ക് നാണക്കെട്ട് പുറത്തിറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വിട്ട് പോകുമ്പോൾ ഈ തലമുറ, ഈ ഭാര്യ, ഈ ഭർത്താവ്, ഈ ദേശം, ഈ ബന്ധുക്കൾ കൂടെ കാണുമോ? അവർ രക്ഷിക്കുമോ? ഈ വേദപുസ്തകം നമ്മളോട് എന്ത് പറയുന്നു? ഇത് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം ഇല്ല. ഇന്ന് രാത്രി സ്നേഹിത, ഈ വേദപുസ്തകത്തിന്റെ മുമ്പിൽ, വചനത്തിന്റെ മുമ്പിൽ, ഈ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന്റെ മുമ്പിൽ താങ്കൾക്ക് കീഴടങ്ങുന്ന മനസ്സുണ്ടോ? മനുഷ്യന്റെ മുമ്പിലല്ല, സത്യ ദൈവത്തിന്റെ മുമ്പിൽ. ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ കർത്താവത്ര യേശു ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പാപമില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ആത്മാവിൽ വിവാഹം കഴിയാത്ത മറിയയിൽ പരിശുദ്ധാത്മാവിൽ ഉരുവായ ഒരാളെ ഉള്ളൂ. അതത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നു. യേശു ഇന്ന് രാത്രി ആ യേശുവിനെ സ്വന്തം രക്ഷകനായ അപ്പാ അങ്ങനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നെന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങൾ സ്നാനപ്പെടാത്ത ആളാണെങ്കിൽ ഇന്ന് രാത്രി ആര് പറയും, കർത്താവേ എനിക്ക് സ്നാനപ്പെടാൻ അവസരം തരണം, മുഴുവൻ സ്നാനപ്പെടാൻ? എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ച എഫേസ്യർ 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. സ്നേഹിതരെ, സ്നാനം ഒന്നേ ഉള്ളൂ. ഏത് സ്നാനം? സത്യം പറ, ഏതാ? യേശുവിന്റെ സ്നാനം ഏതാ? വെള്ളത്തിനകത്ത് മുങ്ങി സ്നാനപ്പെട്ട് കരകയറി പാവ മനുഷ്യനെ അടക്കം ചെയ്യുന്നതാണ് സ്നാനം. നമ്മുടെ പാവ മനുഷ്യനെ അടക്കം ചെയ്യണമെങ്കിൽ വെള്ളത്തിനകത്ത് മുങ്ങുമ്പോൾ, തല മുതൽ പാദം വരെ മുങ്ങുമ്പോൾ, ആ നമ്മുടെ പാവ മനുഷ്യൻ മരിച്ച ഒരാളിനെ ബോഡി അടക്കം ചെയ്യും പോലെ പാവ മനുഷ്യൻ വെള്ളത്തിനകത്ത് അടക്കം ചെയ്യുകയും എഴുന്നേറ്റ് വരുന്ന വ്യക്തി ഈ ക്രിസ്തുവിനെ ധരിച്ച ഒരു പുതിയ ആളായിട്ട് വരും. അതാണ് സ്നാനം. പഴയ മനുഷ്യനെ അടക്കം ചെയ്യുന്ന സ്നാനം എത്ര പേര് പെട്ടിട്ടുണ്ട് സ്നേഹിതരെ? ഹല്ലേലൂയ. ഒറ്റ സ്നാനേ ഉള്ളൂ. ആ സ്നാനം യേശു ഏറ്റ സ്നാനം. യേശു ഇത്രയും മൈൽ നടന്നു വന്ന് സ്നാനക്കുളത്തിനകത്തിറങ്ങി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോൾ യോഹന്നാൻ വിളക്കി, അപ്പാ കരുവിലെന്നെ കാത്തത് പാത്താൽ അമ്മാണ് കൂപ്പിടണോ, തോളിലെന്നെ സുമന്തதை പാത്താൽ അപ്പാണ് കൂപ്പിടണോ, എന്നെ അറ്റുവതും തെറ്റുവതും പാത്താൽ ഉമ്മയമ്മാണ് കൂപ്പിടണോ, അപ്പാണ് കൂപ്പിടുവേ, ഉമ്മയമ്മാണ് കൂപ്പിടുവേ. ആരൊക്കെ പറയാപ്പാ? യേശുവിനെ ഞാൻ അപ്പനായി, എന്റെ രക്ഷകനായി, എന്റെ കർത്താവായി ഇന്ന് രാത്രി ഞാൻ സ്വീകരിക്കുന്നു. ഈ പാപ മനുഷ്യനെ ഉപേക്ഷിക്കാൻ എനിക്ക് ഒരുക്കമാണപ്പാ. യേശു ഏറ്റ സ്ഥാനം. എന്നെ ആരെന്തോ പറയട്ടെ, ഏത് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടട്ടെ, എത്രയൊക്കെ ചങ്കുറപ്പുണ്ട്. ഈ ലോകത്തിലുള്ള ഏത് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടിയാലും സ്വർഗത്തിൽ നിന്ന് പേര് വെട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇവിടുത്തെ പേര് വെട്ടട്ടെ, കുഴപ്പമില്ല. ആരുപേക്ഷിച്ചാലും നീ കർത്താവിനായിട്ട് ഇറങ്ങിയ കർത്താവിനെ കൈവിടില്ല. ജീസസ്, ഹല്ലേലൂയ. ചിലപ്പോൾ നീ രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോ, ചിലപ്പോൾ നീ സ്നാനപ്പെട്ടെന്ന് പറയുമ്പോ, ചിലപ്പോൾ നീ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നത് പറയുമ്പോ നിന്റെ പ്രിയപ്പെട്ടവർക്ക് നാണക്കേട് തോന്നി നിന്റെ പേര് വെട്ടിക്കളയും. എന്നാൽ ഞാൻ പറയും, ഇവിടുത്തെ പേര് ഈ ജീവനുള്ള കാലത്തോളം മാത്രമേ ഉള്ളൂ. നാളത്തെ ദിവസം പുലരുമ്പോൾ നമ്മൾ കാണുന്ന എന്താ ഉറപ്പ്? ഇവര് കീറട്ടെ, ഇവര് നശിപ്പിക്കട്ടെ, കുഴപ്പമില്ല. ആർക്കും നശിപ്പിക്കാത്ത സ്വർഗത്തിലുള്ള ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഭയനെ ദൈവത്തിന് മുമ്പിൽ വിറക്കാം, ഭയപ്പെടാം. ഒന്ന്, സ്നേഹിക്കുന്ന ദൈവം. 2, പാവിയെ നരകത്തിൽ വിടുന്ന ദൈവം. ഇന്ന് രാത്രി ഏത് പറ്റെടുക്കാം? 2 വഴി നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് വിശാലം, ഒന്ന് ഇടുക്കമുള്ളത്. ഇടുക്കമുള്ള ക്രിസ്തുവിലേക്ക് പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ നിന്ന വരും, പരിഹാസം വരും, ദുഷി വരും. മക്കൾ പറയും, അമ്മ എനിക്ക് നാണക്കേടാകുന്നു. മക്കൾക്ക് നാണക്കേടെന്ന് പറഞ്ഞിട്ട് വചനം അനുസരിക്കാതെ വചനത്തിനില്ലാത്തതിനെ നമ്മൾ ചെയ്തിട്ട് ഒരുങ്ങിയിരുന്നാൽ അപ്പന്റെ വരവിൽ കയറി പോകത്തില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. രാത്രി സ്നേഹിതരെ, ഞാൻ തിരുവചനത്തിൽ ഉറപ്പിച്ച് പറയുന്നു. രാത്രി സത്യസന്ധമായ വചനത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി പറ,
എൻ്റെ ബന്ധുക്കൾ എന്നെ മാറ്റിവിട്ടാലും എൻ്റെ സ്നേഹിതരെന്നെ മാറ്റിയിട്ട് കുഴപ്പമില്ല. അവർക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരു സമയമുണ്ട്. അന്ന് എന്നെ രക്ഷിക്കാൻ എൻ്റെ പ്രാണപ്രിയൻ യുഗായുഗം ഒരു ജീവിതം എനിക്കുണ്ട്. അവിടെ എനിക്ക് പോകണമെങ്കിൽ എൻ്റെ യേശുവിനായിട്ട് എനിക്ക് ജീവിക്കണം. രാത്രി എത്രവർക്ക് ആഗ്രഹമുണ്ട്? 10 പേർ കാത്തിരുന്നു. 10 പേര് ഉണർന്നു, വിളക്കെടുത്തു. 5 പേരിൽ എണ്ണയുണ്ട്, 5 പേരിൽ എണ്ണയില്ല. എണ്ണയില്ലാത്തവർ എണ്ണയുള്ളവരോട് ചോദിച്ചു, എനിക്കും എണ്ണ തരുമോ? സ്വന്തം മത്തായിയുടെ സുവിശേഷം 22:1 മുതൽ വായിക്കുമ്പോൾ ആഴമായി തിരുവചനം അതോടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. 5 പേർ തള്ളപ്പെട്ടു. എണ്ണ വാങ്ങി തിരിച്ചു വരുമ്പോൾ 5 പേരുണ്ടായിരുന്ന എണ്ണയുള്ളവർ കയറിപ്പോയി. എൻ്റെ അപ്പൻ വാതിലങ്ങ് അടച്ചു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, വാതിൽ തുറക്കാൻ സമയമായി. യേശു അകത്ത് കയറ്റാനും സമയമായി. കയറണമെങ്കിൽ അപ്പൻ്റെ തിരുവചനപ്രകാരം ഒരുങ്ങിയ മക്കൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. തിരുവചനം എന്ത് പറയുന്നു? സത്യവേദ പുസ്തകത്തിനകത്തുള്ള വചനം നമ്മളോട് എന്ത് പറയുന്നു? അതിലാണ് നമ്മൾ ഒരുങ്ങി ജീവിച്ചാൽ ഞാൻ പറയാം, പേടിക്കാനൊന്നുമില്ല. മറുകില്ല ഞാൻ അങ്ങെ മറന്ന്, പോകുകില്ല ഞാൻ അങ്ങെ പിരിഞ്ഞ്. ആരൊക്കെ പറയപ്പാ, എനിക്ക് അങ്ങ് മതി. അങ്ങെക്കാളിലും മറ്റൊന്നിനെയും യേശുവേ, യേശുവാണ് കർത്താവ്. ഞാൻ ഈ ലോകത്തുള്ള സകലത്തെക്കാളും, എന്നെക്കാളും, എനിക്ക് തന്ന സകലത്തെക്കാളും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നെന്ന് പറയാം. എത്ര പേർക്ക് ചങ്കുറപ്പുണ്ട് പറയാം, അപ്പാ എന്നെക്കാൾ, എനിക്ക് തന്ന കൃപാവരങ്ങളെക്കാൾ, എനിക്ക് തന്ന ഭവനത്തെക്കാൾ, എനിക്ക് തന്ന കുടുംബത്തെക്കാൾ, എൻ്റെ സകലത്തെക്കാൾ യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. രാത്രി ആരേൽപ്പിച്ചു കൊടുക്കും? ആ വാക്യം കൂടെ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം അതിന് 22:1 മുതലുള്ള വാക്യം വായിച്ചേ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, യേശു ഒരു ഉപമയോട് പറഞ്ഞു. അടുത്ത വരി, സ്വർഗ്ഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. ആരെയാണ് വിളിക്കേണ്ടതിന്? ആദ്യമേ ക്ഷണക്കത്ത് കൊടുത്തു. ആദ്യം എന്ത് കൊടുത്തു? ക്ഷണക്കത്ത് കൊടുത്തു. ക്ഷണക്കത്ത് കിട്ടി ഒരുപാട് തിരിപ്പുണ്ട്. ഈ ശബ്ദ പരിധിക്കുള്ളിൽ സത്യത്തിൽ ആത്മാവിനും ആരാധിച്ച നീ ഇന്ന് ക്ഷണക്കത്ത് വലിച്ചെറിഞ്ഞ് നീ പിന്മാറി നിൽക്കല്ലേ? ഇന്ന് രാത്രി ആത്മാവ് തെളിവായി നിന്നോട് പറയുന്നു, മടങ്ങി വാ. നീ രക്ഷ എന്തെന്നറിഞ്ഞു, നീ സ്നാനം എന്തെന്നറിഞ്ഞു, നീ സ്നാനപ്പെടുകയും ചെയ്തു. ഇന്ന് ആ സ്നാനത്തിന്റെ ജീവിതമാണോ ജീവിക്കുന്നത്? ഇന്ന് നീ തോന്നിയ ദിവസം പോലെ പോയില്ലേ? ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, മടങ്ങി വാ. ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരുക്കമാ. ഒരിക്കൽ കൂടെ എന്റെ ശക്തിയെ തരാൻ ഒരുക്കമാ. ഇന്ന് രാത്രി നിന്റെ കുറവുണരാമെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. നോയിക്ക്, കല്യാണ ക്ഷണം കിട്ടിയവരുടെ കാര്യം വായിച്ച ഒന്നൂടെ. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ എത്രയോ പേര് രക്ഷിക്കപ്പെട്ടവരാ സ്നാനപ്പെട്ട് കഴിഞ്ഞ നാളിൽ പിന്മാറിപ്പോയി. ഇന്ന് തോന്നിയ ദിവസം പോലെ ആയി ജീവിതം. അവർക്ക് വരാൻ പറ്റില്ല. ക്ഷണമുണ്ടായിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഓ, ഇതൊക്കെ എനിക്കറിയാന്നേ, ഇതൊക്കെ എന്ത് സ്തോത്രം. ഇതിലെ അടുത്ത വാക്യം വായിച്ചേ. എന്റെ മുത്താഴം ഒരുക്കി തീർന്നു. എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോടെല്ലാം പറയിച്ചു. പള്ളി വന്നവരോടെല്ലാം പറഞ്ഞു, മക്കളെ കല്യാണ സദ്യ ഒരുങ്ങിയിരിക്കുന്നു, വാ. സ്നാനപ്പെട്ടവരാ, ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയവരാ, അത് പ്രാപിച്ചവരാ. ഇന്ന് യോഗ്യത നഷ്ടപ്പെട്ടു. അവർ കല്യാണമോ എത്രയോ സത്യം ഞാൻ കഴിച്ചിരിക്കുന്നു. കണ്ടോ, പിന്മാറി. ഇന്ന് രാത്രി പിന്മാറിയ നിന്റെ അടുക്കൽ വന്ന് നിന്നെ രക്ഷിക്കാൻ ഇരുകരവും നീട്ടി യേശു നിപ്പുണ്ട്. ഇന്ന് രാത്രി ശബ്ദം കേട്ട് ഭവനങ്ങളിലാകട്ടെ, റോഡിലാകട്ടെ, ഈ ഗ്രൗണ്ടിലാകട്ടെ, എവിടെ നിൽക്കുന്ന ആളായിരിക്കട്ടെ, ഇന്ന് രാത്രി താങ്കളെ യേശു സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ താങ്കളെ വീണ്ടും ചേർത്ത് പിടിക്കുവാൻ കഴിവുള്ള നസ്രായൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും വിളിച്ചു പറഞ്ഞപ്പോ എന്ത് ചെയ്തില്ല? എന്ത് ഞാൻ പണ്ടൊക്കെ ഇതെല്ലാം ആരാച്ച, ഈ വചനമൊക്കെ എനിക്ക് അറിയാം. അടുത്ത വരി. മറ്റൊരു തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. നീ സത്യ തിരുവചനം അറിഞ്ഞു, നീ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. നീ ഇന്ന് എവിടെ? നിന്നോട് ആര് പറഞ്ഞു
നിന്നെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആര്? ഗലാത്യർക്ക് ലേഖനം 3:1-2 വാക്യം വായിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കിട്ടിയിരിക്കെ നിന്നെ ശുദ്ധം ചെയ്ത് സത്യം അറിഞ്ഞ തിരുവചന പ്രകാരം സ്നാനമറ്റ നീ എങ്ങനെ മാറി? ആത്മാവ് തെളിവായി ചോദിക്കുന്നു ഇന്ന് രാത്രി, നീ മടങ്ങി വാ. അടുത്ത വാക്യം വായിച്ചേ. ശേഷമുള്ള അവന്റെ ദാസന്മാരെ പിടിച്ച് അവമാനിച്ച് കൊന്നുകളഞ്ഞു. അടുത്ത വരി. രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ച് നീ തള്ളിക്കളയുമ്പോൾ ലോകം വെറുത്ത ആൾക്കാരെ ക്രിസ്തു അവിടെ കൊണ്ടിരുത്തും. ലോക തോൽവികളെന്നും പാപികളെന്നും പറഞ്ഞ് ഒതുക്കിയില്ലേ, അവരെ കർത്താവിന്റെ വചനം കേട്ട് അവര് മുട്ടുമടക്കും. നീ പറയും എനിക്ക് വചനം അറിയാം, നീ പറഞ്ഞ ഇത്ര വർഷം കൊണ്ട് പള്ളിയാ, നീ എന്റെ ദൈവത്തെ തള്ളിക്കളയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പാപികൾ, യേശുവിനെ അറിഞ്ഞുകൂടാത്തവർ, മന്ത്രവാദികൾ, ശുദ്ധം ചെയ്യുന്നവർ, ദൈവഹിതമല്ല ജീവിക്കുന്നവർ യേശുവിനെ കൺമുട്ടുകയും ചെയ്യും, അവർ മുട്ടുമടക്കം ചെയ്യും, അവർ സ്വർഗത്തിൽ എത്തുകയും ചെയ്യും. ക്രിസ്തുവിനെ ആരാധിച്ചെന്ന് പറഞ്ഞ അനേകം തള്ളപ്പെടുമ്പോൾ ലോകം വേശ്യയെന്ന് മുദ്ര കുത്തിയവർ ഈ വചനം കേൾക്കുമ്പോൾ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് പറയും, അപ്പാ ഈ വചനത്തിന് പിന്നെ മുട്ടുമടക്കാം, എനിക്ക് യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി, എനിക്ക് യേശു മതി, എനിക്ക് എൻ്റെ യേശു മതി, ഇനി മറ്റൊന്നും എനിക്ക് വേണ്ട. കോടികൾ മുട്ടുമടക്കുമ്പോൾ 50 വർഷം കൊണ്ട് 40 വർഷം കൊണ്ടും 20 വർഷം കൊണ്ട് പള്ളിയിൽ പോയി ആരാധിച്ച നീ പിന്മാറി തകരുമ്പോൾ ഇന്ന് ലോകം വേസ്റ്റെന്ന് വലിച്ചെറിഞ്ഞ ഒരു കൂട്ടം പാവികൾ എന്ന് പറഞ്ഞ മനുഷ്യർ സ്വർഗത്തിൽ രക്തത്താൽ കടികൾ പ്രവചിച്ച് സ്വർഗത്തിലിരിക്കും. ന്യായവിസ്താര സഭയുടെ മുമ്പിൽ നീ അവിടെ ചെന്ന് ന്യായവിസ്താരം നിൽക്കുമ്പോ നീ പറയുന്നേ 10 പേരെ കൊന്ന കൊലപ്പുള്ളി ദേ നിൽക്കുന്നു യേശുവിന്റെ അടുത്ത്. എങ്ങനെ പോയി? അയാൾ ഈ വചനം കേട്ടപ്പോ അപ്പനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞപ്പാ ഞാൻ പാവി, എന്നെ രക്ഷിക്കണം. രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിനെ വേണോ സാത്താനെ വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ നരകം വേണോ? നിങ്ങൾ യേശുവിന്റെ വരയിൽ കയറി പോകണമോ എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വേണമോ? ഏത് ഈ രാത്രി തിരഞ്ഞെടുക്കും? അടുത്ത വാക്യം കൂടെ വായിച്ചേ. സൈന്യങ്ങൾ അയച്ച കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. അടുത്ത വരി. പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടൊരു യോഗ്യരായില്ല. ക്ഷണിക്കപ്പെട്ട ഒറ്റയെണ്ണ യോഗ്യരായില്ല. അവർ പാടിയും പ്രാർത്ഥിച്ചും ഒക്കെ പിന്മാറി. അടുത്ത വരി. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും, അതിലുള്ള ഒരാളായിരുന്നു ശാലിനി സിസ്റ്റർ, കാണുന്നവരൊക്കെ വിളിച്ചപ്പോ എന്നെ കൂടെ അതിനകത്തോടെ കയറ്റി. ഇന്ന് രാത്രി മനസ്സിലായോ? യോഗ്യതയുള്ള ഒരുപാട് പേർ തള്ളപ്പെട്ടപ്പോ ഏഴയും ഭാവിയുമായി എന്നെ കൂടെ എന്റെ അപ്പനകത്ത് കയറ്റി. ഇത്രയൊക്കെ വെളിപ്പെടുന്നത് എനിക്കറിയത്തില്ല. അടുത്തവര് വായിച്ചേ. കാണുന്നവരൊക്കെ കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. അടുത്തവര്. ആ ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത പെൺകുട്ടിയെ നിനക്കവിടെ പോകാൻ പറ്റത്തില്ല. കല്യാണത്തിനകത്ത് കയറി എങ്ങനെ ഇടിച്ച കയറി. അടുത്ത വരി. ഒരു മനുഷ്യനെ അവിടെ കണ്ടു. കല്യാണ വസ്ത്രം ഇല്ലാതെ ഒരുത്തൻ കയറി. പുറത്ത് നിന്ന് ഒരാൾ നിന്ന് പറഞ്ഞു, ദേ സഹോദര, ഈ വസ്ത്രം ധരിച്ചിട്ട് വേണം കല്യാണത്തിനകത്ത് കയറാൻ, അല്ലെങ്കിൽ യജമാനൻ നോക്കാൻ വരും. കേട്ടില്ല? ഞാൻ നല്ല വസ്ത്രം ഇട്ടിരിക്കുന്നു. അർത്ഥം എന്താ? ഞാൻ ഇന്ന പള്ളി പോയി സ്നാനപ്പെട്ടതാ, ഇനി വേണ്ട. ഞാൻ ഇന്ന പള്ളി പോയി യേശുവിനെ കണ്ടുമുട്ടിയതാ, ഇനി വേണ്ട. നീ വസ്ത്രം ധരിക്കാതെ തള്ളുമ്പോൾ നിന്നെ തള്ളുന്ന ഒരു ദിവസമുണ്ടെന്ന് മറക്കരുത്. വായിച്ചേ. കർത്താവ് നോക്കി, ഒരുത്തൻ കല്യാണ വസ്ത്രം ഇല്ലാത്ത ആൾ അതിനകത്ത് ഇരുന്നു. അടുത്ത വരി. സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ. യേശു ഇങ്ങനെ വിളിക്കൂ, സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. സ്നേഹിത, യൂദാസേ നീ ചുംബനം കൊണ്ട് ഒറ്റി കൊടുക്കുന്നത് അതുപോലെ സ്നേഹിത എങ്ങനെ അകത്ത് വന്നു? അടുത്ത വരി. എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ദൈവമേ, അന്ന് ആ ശാലിനി സിസ്റ്റർ ഇവിടെ വന്ന് നെഞ്ചു പൊട്ടി വിളിച്ചു, പല ദൈവവേലക്കാരും വിളിച്ചു, ഞങ്ങൾ അംഗീകരിച്ചില്ല. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതെന്ന്, രാത്രി ഇട്ടിരിക്കുന്ന വസ്ത്രം ഏതെന്നും, ജീവിക്കുന്ന ജീവിതം എന്തെന്നും, സത്യവചന പ്രകാരമാണോ എന്ന് ശോധന ചെയ്തെങ്കിൽ
ഇന്ന് രാത്രി കൊള്ളാമായിരുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. അവിടെ എന്തുണ്ടാകും? കരച്ചിലും പല്ലുകടിയും. രാത്രി എന്റെ സ്നേഹിത സഹോദര, ഏത് താങ്കൾ തിരഞ്ഞെടുക്കും? വേദപുസ്തകം